Hi friends, welcome to yhuzj Will Classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ നമ്മൾ PSC ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്ത പോർഷൻസിൽ നിന്നും സം ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്ത്, അതായത് PYQ ക്വസ്റ്റ്യനിൽ നിന്നും സം ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ എന്നൊരു സെഗ്മെൻ്റാണ് ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഈ സെക്ഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ കോമ്പൗണ്ട് ബാർ കൺസിസ്റ്റിംഗ് ഓഫ് എ മെറ്റീരിയൽ A and B is tightly secured at the ends. The coefficient of thermal expansion of A is more than that of B. When the temperature is increases, the stress induced will be. ഈ ക്വസ്റ്റ്യനോട് പറയുന്നത് എന്താ വെച്ചാൽ, മെറ്റീരിയൽ എൻ്റെയും മെറ്റീരിയൽ ബിൻ്റെയും ഒരു ഫ്രീലി എക്സ്പാൻഷൻ ഡയഗ്രാം വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫ്രീലി ആയിട്ട് നമുക്ക് വരക്കാം. ഫ്രീലി ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട്, മെറ്റീരിയൽ എ ആൻഡ് മെറ്റീരിയൽ ബി, രണ്ടും ഒരേ ലെവലിൽ നിൽക്കുന്ന രണ്ട് മെറ്റീരിയൽസ്. മെറ്റീരിയൽ എ ആൻഡ് ബി ഒരു ടെമ്പറേച്ചർ ഒന്നും അപ്ലൈ ചെയ്യാത്ത ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ആണിത്. ഇത് നമ്മൾ ആഫ്റ്റർ അലോയിങ് ഒരു സം ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്തു, സം ടെമ്പറേച്ചർ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിന് കൊടുത്തു. അതായത് ഈ എയും ബി പറഞ്ഞാൽ റീസ്ട്രെയിൻസ് ഇല്ലാതെ, അതായത് ഫ്രീലി ആണ്, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രണ്ട് മെറ്റീരിയൽ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനെ ഫ്രീലി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഒരു ഫ്രീലി എക്സ്പാൻഡ് എന്നുള്ളൊരു സ്റ്റേറ്റിലോട്ട് മാറ്റുമ്പോൾ മെറ്റീരിയൽ മോർ തെർമൽ എക്സ്പാൻഷൻ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയലിലേക്ക് മോർ തെർമൽ എക്സ്പാൻഷൻ ആണ്. സോ അതിൻ്റെ എക്സ്പാൻഷൻ ഈസ് മോർ കമ്പയർ ടു ബീനെ അപേക്ഷിച്ച് എക്സ്പാൻഷൻ മോർ ആണ് ഈ മെറ്റീരിയൽ എൻ്റെ കേസസ്. സോ നമ്മൾ ഫ്രീലി എക്സ്പാൻഡ് ചെയ്തു, ഇത് ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്തു, മെറ്റീരിയൽ എ എക്സ്പാൻഡ് ചെയ്തു, ഈ ഒരു റേഞ്ചിലേക്ക് എത്തി. മെറ്റീരിയൽ ബി എക്സ്പാൻഡ് ചെയ്ത് ഈ ഒരു റേഞ്ചിലും എത്തി. മെറ്റീരിയൽ എ ആൻഡ് മെറ്റീരിയൽ ബി, ഇതാണ് ഇതിൻ്റെ റേഞ്ച്. ഇത് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് എ മെറ്റീരിയൽസ്. ഈ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും എ ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്തു, ബി ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്തു. അതായത് എനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ബിക്ക് കുറവാണ്. സോ ബട്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു കോമ്പോസിറ്റ് സെക്ഷൻ ആണ്. അതായത് രണ്ട് മെറ്റീരിയലിനും ഡിപ്പെൻഡ് ചെയ്താൽ രണ്ടും ഒരു റീസ്ട്രെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു കോമ്പൗണ്ട് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ റേറ്റ് എങ്ങനെയാണ്? അതായത് എയിലും ബിയിലും എക്സ്പാൻഷൻ നടക്കുന്നത്, ഒരു കോമ്പൗണ്ട് മെറ്റീരിയലിൻ്റെ കേസസിൽ എയിലും ബിയിലും സെയിം എക്സ്പാൻഷൻ, സെയിം റേറ്റ് ഓഫ് എക്സ്പാൻഷൻ ആവും നടക്കുക. അതായത് ഈ വാല്യൂ സെയിം ആയിരിക്കും. അത് എത്ര എക്സ്പാൻഷൻ റേറ്റ് കോഎഫിഷ്യന്റ് കൂടിയ മെറ്റീരിയൽ ആണെങ്കിലും കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിലും രണ്ടിൻ്റെയും ബാലൻസ് ചെയ്ത്, രണ്ടിൻ്റെ എഫക്റ്റ് ഒരു നെറ്റ് എഫക്റ്റായി ബാലൻസ് ചെയ്ത് രണ്ടും സെയിം ലെവലിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് പിന്നെ നമ്മൾ ഒരു കോമ്പൗണ്ട് സെക്ഷനിൽ നടക്കുന്നത്. സോ ആ ടൈമിൽ നമുക്ക് ഫിഗർ വരക്കുകയാണെങ്കിൽ മെറ്റീരിയൽ ഇതാണ് ആക്ച്വലി നമ്മളൊരു കോമ്പോസിറ്റ് സെക്ഷൻ ആക്കി മാറ്റുമ്പോൾ പിന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ റേഞ്ച് ആണിത്. ഇത് ഇത്രത്തോളം മാത്രമേ എക്സ്പാൻഡ് ചെയ്ത് പോവുള്ളൂ. അതായത് എയും ഡിനും നെറ്റ് എഫക്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് പിന്നെയുള്ള സെക്ഷൻ, കോമ്പോസിറ്റ് സെക്ഷൻ്റെ തെർമൽ എക്സ്പാൻഷൻ വെച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുള്ള എക്സ്പാൻഷൻ റേറ്റ് വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്നത് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. കോമ്പോസിറ്റ് സെക്ഷനിൽ കോമ്പോസിറ്റ് സെക്ഷൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ റേറ്റിലേ പോവുള്ളൂ. ഒന്നിന് കൂടുകയോ ഒന്നിന് കുറയോ അങ്ങനെയല്ല, സെയിം ലെവലിലായിട്ടായിരിക്കും അത് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സിങ് എന്തായാലും ആക്ച്വലി ഇത് ഈ ഒരു റേഞ്ചിൽ വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമായിരുന്നു. അത് ഫ്രീലി എക്സ്പാൻഡ് ആവുന്ന കേസാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ അത് എക്സ്പാൻഡ് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ബിയിലും ഈ ഒരു റേഞ്ച് മാത്രമേ ബി എക്സ്പാൻഡ് ആവുള്ളായിരുന്നു ഫ്രീലി എക്സ്പാൻഡ് കേസസിൽ. ബട്ട് സം റീസ്ട്രെയിൻസ്, അതായത് കോമ്പോസിറ്റ് സെക്ഷനാക്കി മാറ്റുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നെറ്റ് എഫക്റ്റായി ഇത് ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്ത് വന്നു. അപ്പോൾ ആക്ച്വലി ഈ എയിൽ നടക്കുന്ന പ്രോസസ്സിങ് എന്താ? ഇതിന് ഈ ഒരു ലെവലിൽ കൂടാൻ പറ്റിയിട്ടും അത് ഈ ഒരു റേഞ്ചിലോട്ട് അത് മാറി.
സോ അതെന്താ വെച്ചാൽ ഒരു ഡൗൺവേർഡ് ഫോഴ്സസ്, ഡൗൺവേർഡ് വെച്ചാൽ ഒരു ചുരുങ്ങാനുള്ളൊരു നേച്ചർ, അതായത് അത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാതെ ചുരുങ്ങുക എന്നൊരു നേച്ചറിങ് ആയിട്ട് മാറുകയാണ്. അതായത് കംപ്രസീവ് സ്ട്രെസ് ഇവിടെ ഡെവലപ്പ് ചെയ്യും. കംപ്രസീവ് സ്ട്രെസ്സസ് മെറ്റീരിയൽ ലെയറിൽ അത് താഴോട്ട് വലിയ അത്രത്തോളം എക്സ്പാൻഷനെ കുറച്ചൊരു ചുരുങ്ങുക എന്ന രീതിയിലോട്ട് മാറും. അതുപോലെ തന്നെ മെറ്റീരിയൽ ബിയിൽ ഇത്രത്തോളം എക്സ്പാൻഷൻ സംഭവിക്കുള്ളായിരുന്നു, ബട്ട് അത് ഇത്രത്തോളം ഈ ഒരു റേഞ്ചിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു വലിവ് ഫീൽ ചെയ്യും. അതായത് ബീൻ്റെ ടോപ്പിൽ ഒരു വലിവ് പോലെ ഫീൽ ചെയ്യും. ഒരു ടെൻസൈൽ നേച്ചറിലോട്ട് മാറുന്ന കേസാണ് മെറ്റീരിയൽ ബിയിൽ സംഭവിക്കുന്നത്. സോ ഇവിടെ ടെൻഷനും ഇവിടെ കംപ്രഷൻ നടന്നിട്ട് ആഫ്റ്റർ എഫക്റ്റ് സെയിം റേഞ്ചിലോട്ട്, അതായത് എയും ബിയും സെയിം ലെവലിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു മെക്കാനിസം ആണ് ഈ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലിൽ സംഭവിക്കുന്നത്. സോ ഈ കേസിൽ നമുക്ക് പറയാം മെറ്റീരിയൽ എ ആൻഡ് ബി ഒരു കോമ്പോസിറ്റ് സെക്ഷനാക്കി മാറ്റുമ്പോൾ ബൈ അപ്ലൈയിങ് ടെമ്പറേച്ചർ അതിലുണ്ടാകുന്ന എഫക്റ്റ് എന്തൊക്കെയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ എയിൽ ആക്ച്വലി ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാം, ബട്ട് കോമ്പോസിറ്റ് ആയതിന് കേസിൽ അതൊരു റീസ്ട്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കേസിൽ അത് ഇത്രത്തോളം എക്സ്പാൻഡ് ആയിട്ടുള്ളൂ. അതായത് അതൊരു ചുരുങ്ങാനുള്ള ടെൻഡൻസി ആ ഒരു കൂടുതൽ എന്ന നേച്ചറിൽ നിന്ന് താഴോട്ട് വലിയുന്ന രീതിയിൽ അതൊരു കംപ്രസീവ് നേച്ചേഴ്സിലോട്ട് അത് മാറി. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ് കംപ്രസീവ് സ്ട്രെസ്. അതുപോലെ തന്നെ മെറ്റീരിയൽ ബിയിൽ ആക്ച്വലി ഇത് ഇത്ര എക്സ്പാൻഡ് ആവുള്ളായിരുന്നു, ബട്ട് ഈ ഒരു എന്റെ എക്സ്പാൻഷൻ്റെ എഫക്റ്റ് കാരണം അതിനൊരു വലിവ് ഫീൽ ചെയ്തു. ഈ ഒരു റേഞ്ചിലേക്ക് എത്തണമെങ്കിൽ അതിന് ജസ്റ്റ് ഒരു വലിവ് ഫീൽ ചെയ്യൂലേ, ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. ആ ഒരു ടെൻഷൻ എഫക്റ്റിന് നമ്മൾ ടെൻഷൻ സ്ട്രെസ് ആണെന്ന് പറയാം. സോ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ ടെൻസൈൽ ഇൻ ബോത്ത് ഓഫ് ദ മെറ്റീരിയൽസ്. അതായത് ഈ ഒരു ഓപ്ഷൻ പറയുന്നത് എയിലും ബിയിലും ടെൻഷനാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന്. അതാണോ? അതല്ലല്ലോ നമ്മളിപ്പോൾ വേണ്ടത്. ഓപ്ഷൻ ബി ടെൻസൈൽ മെറ്റീരിയൽ എ ആൻഡ് കംപ്രസീവ് മെറ്റീരിയൽ ബി. അതായത് മെറ്റീരിയൽ എയിൽ നടക്കുന്നത് ടെൻഷനും മെറ്റീരിയൽ ബിയിൽ നടക്കുന്നത് കംപ്രസീവ് എന്നാണ്. മെറ്റീരിയൽ ബിയിൽ നടക്കുന്നത് കംപ്രസീവ് എന്നാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് പറയുന്നത്. അതാണോ? നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ എയിൽ നടക്കുന്നത് ചുരുങ്ങുക എന്നൊരു പ്രോസസ്സിങ്ങും മറ്റിലൊരു വലിവ് എന്ന പ്രോസസ്സും. ചുരുങ്ങുക പറഞ്ഞാൽ കംപ്രസ് ചെയ്യുക, അതായത് ആക്ച്വലിൽ നിന്നും ചുരുങ്ങുന്ന രീതിയിലെന്ന് പറഞ്ഞാൽ കംപ്രസീവ് എഫക്റ്റ് ആണ് അവിടെ വരുന്നത്. മെറ്റീരിയൽ ബിയിൽ അത് വലിവ് പറഞ്ഞാൽ കൂടുക എന്നുള്ള നേച്ചർ, അതായത് ടെൻസൈൽ നേച്ചേഴ്സ് ആണ്. സോ ഈ ഓപ്ഷൻ ബിയും തെറ്റാണ്. തേർഡ് ഓപ്ഷൻ സി കംപ്രസീവ് ഇൻ മെറ്റീരിയൽ എ ആൻഡ് ടെൻസൈൽ ഇൻ മെറ്റീരിയൽ ബി. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നോക്കാം. കംപ്രസീവ് മെറ്റീരിയൽ എയിൽ കംപ്രസീവ് നേച്ചർ ആൻഡ് ടെൻസൈൽ ഇൻ മെറ്റീരിയൽ ബിയിൽ ടെൻസൈൽ ഇൻ നേച്ചർ. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു ആക്ച്വൽ കേസിന് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതല്ലേ? ഓപ്ഷൻ സി അല്ലേ പറയുന്നത്? കംപ്രസീവ് ഇൻ മെറ്റീരിയൽ എയിൽ ആക്ച്വലി നടക്കുന്നത് കംപ്രസീവും മെറ്റീരിയൽ ബിയിൽ ആക്ച്വലി നടക്കുന്നത് ടെൻഷനുമാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, കംപ്രസീവ് ഇൻ മെറ്റീരിയൽ എ ആൻഡ് ടെൻസൈൽ ഇൻ മെറ്റീരിയൽ ബി. ക്ലിയർ ആയില്ലേ? ഒരു കോമ്പോസിറ്റ് സെക്ഷനിൽ തെർമൽ കോഎഫിഷ്യൻറ്റിൻ്റെ, അതായത് രണ്ട് മെറ്റീരിയലും ഡിഫറെൻറ്റ് തെർമൽ കോഎഫിഷ്യൻ്റ് ആവുന്ന കേസസിൽ നടക്കുന്ന എഫക്റ്റ്, ഓരോ മെറ്റീരിയൽ നടക്കുന്ന എഫക്റ്റിൻ്റെ ഒരു ജസ്റ്റ് ഡിസ്ക്രിപ്ഷനാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറയുന്നത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയ്സൺസ് റേഷ്യോ ഓഫ് എ മെറ്റീരിയൽ ഈസ് 0.03 and the Young's modulus is 200 gigapascal. Its rigidity modulus is. നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിച്ചിട്ടുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് റിലേറ്റ് ചെയ്തിട്ട് ഇയും ജിയും കെയും ജിയും ഇതൊക്കെ ഇയും ജിയും കെയും ജിയും ഇയും വെച്ചിട്ട് ഒരു റിലേറ്റഡ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത് ജി വാല്യൂ, അതായത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ജി ആൻഡ് യങ്സ് മോഡുലസ് ഇ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാം. Given Poisson's ratio, അതായത് mu is equal to 0.3 and the Young's modulus is equal to 200 gigapascal. ഈ ജിയെയും പിന്നെ നമുക്ക് കണ്ടെത്തേണ്ടത് ജി വാല്യൂ ആണ്, അതായത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഈ രണ്ട് സംഭവത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേറ്റീവ് ഇക്വേഷൻസ് ഉണ്ട്. സോ അത് നമുക്ക് ശ്രദ്ധിക്കാം. ഇക്വേഷൻ ഈസ് ഈസ് ഈക്വൽ ടു
2g into 1 plus mu. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും പോകണ്ട. ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വാല്യൂ ഓഫ് ജി കിട്ടും. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. ഈൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു 200 GPa യൂണിറ്റിന്. അതായത് യൂണിറ്റ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ആൻസറിലുള്ള വാല്യൂസും GPa ആണ്. സോ നമുക്ക് യൂണിറ്റ് കൺവേർഷൻ്റെ ആവശ്യമില്ല ഈ ഒരു ക്വസ്റ്റ്യനിൽ. സോ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു, അതായത് 200 GPa ഇസ് ഈക്വൽ ടു 2g into 1 plus 0.3. That means 2g is equal to 200 divided by 1.3, where g is equal to 76.9 gigapascal. That's equal to 76 gigapascal. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെക്കണം. അധിക ക്വസ്റ്റ്യൻസും ഈ ഒരു ഇക്വേഷൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ 2 ഇക്വേഷൻസ് വേറെയുണ്ട് പഠിച്ചു വെക്കേണ്ട. റിലേഷൻ ഫോമിൽ ഒരു ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 3k into 1 minus 2 mu. അതുപോലെ തന്നെ ഈസ് ഈക്വൽ ടു 9 kg divided by g plus 3k. ഇതും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ്. അതായത് ഈ ഒരു പോർഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഇതും ഈ ഒരു 3 ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 77 GPa. ഇത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം, ചെക്ക് ചെയ്യാം. ഇതിന് ഓപ്ഷൻ എ 77 GPa. ഇതന്നെയല്ലേ നമുക്ക് താഴെ കിട്ടിയ ആൻസർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 77 GPa. ഈ ഒരു പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇയും ജിയും കെയും റിലേറ്റ് ചെയ്തുള്ള ഇക്വേഷൻസ് ബൈ ഹാർട്ടായി പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും അവിടെ പോയി അത് ചെയ്ത് അതിൽ നിന്ന് ഇതിലോട്ട് വരുന്ന രീതിയിലല്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു ആൻസർ കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ 77 GPa. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A steel cable of 20 mm of diameter and 10 meter long is subject to a tensile force 5000 pi Newton if the modulus of elasticity of the material of the wire is 2 into 10 raised to 5 Newton per mm square. Then the elongation of the cable is. ഇതും അതുപോലെ തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷൻ അതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇലോങ്ങേഷൻ ഓഫ് ദ കേബിൾസ് നമുക്ക് കിട്ടും. അതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇലോങ്ങേഷൻ ഡെൽറ്റ is equal to PL divided by AE. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതും അറിയാം. ഫോർ ദ ഗിവൺ ഡാറ്റാസ് given P is equal to 5000 pi Newton. That means 5000 pi Newton. So ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഡയമീറ്റർ ഓഫ് ദ കേബിൾ തന്നിട്ടുണ്ട്. സോ ഡയമീറ്റർ is equal to 20 mm. And Young's modulus is equal to 2 into 10 raised to 5 Newton per mm square. ഇത് നമുക്ക് ഗിവൺ ഡാറ്റാസ്. അതുപോലെ തന്നെ ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ കേബിൾ is equal to 10 meter. ഇത് മീറ്ററിലാണ്. ഈ 2 വാല്യൂസ് mm ആയതുകൊണ്ട് നമ്മൾ mm കൺവേർട്ട് ചെയ്യുക. ദെൻ 10,000 mm. സോ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻഡയറക്റ്റ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
Delta is equal to P in the value 5000 pi into length 10,000 divided by area ഒരു ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ ഡയമീറ്റർ തന്ന ഒരു സെക്ഷൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ബൈ 4 ഇൻറ്റു ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 20 സ്ക്വയർ ഇൻറ്റു ഇ 2 ഇൻറ്റു 10 റൈസ് ടു 5 ന്യൂട്ടൺ per mm സ്ക്വയർ. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈസ് 2.5 mm. ഇലോങ്ങേഷൻ, അതായത് ഇലോങ്ങേഷൻ ഈക്വൽ ടു 2.5 mm. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 2.5 mm ആണ് നമുക്ക് കിട്ടുന്ന ഇലോങ്ങേഷൻ. സോ ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ 2.5 mm ഇതന്നെയല്ലേ നമുക്ക് കിട്ടിയ ആൻസേഴ്സും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 2.5 mm. ഇതും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷനിൽ ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുന്ന രീതിയാണ്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലം ആണ്. നെക്സ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ T section is used as a simply supported beam. It is subject to a uniformly distributed load throughout the span. The maximum bearing stress will occur at. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ടി ബീം, അതായത് ടി ബീമിൽ ഏത് പോയിന്റ്സിലാണ് മാക്സിമം സ്ട്രെസ് കിട്ടുന്ന പോയിന്റ് ഏതാണെന്ന്, അതായത് ടോപ്പാണോ ബോട്ടാണോ സെൻറ്റർ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീം സെക്ഷൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലാണോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മൾ ടി ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടി ബീം വരക്കുമ്പോൾ ടി ബീമിൻ്റെ എവിടെയാണ് ന്യൂട്രൽ ആക്സിസ് ഒക്കർ ചെയ്യുന്നത്? ടി ബീമിൻ്റെ സി ജി ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റിനെ ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈൻസിനാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ആ പോയിന്റിൽ സ്ട്രെസ് 0 ആവും. ആ പോയിന്റ് ഏതാണ് ടി ബീമിൻ്റെ കേസിൽ ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റിംഗ് പോയിന്റ്സ്. സോ നമ്മൾ ടി ബീമിൻ്റെ കേസിൽ എപ്പോഴും ന്യൂട്രൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിയർ ടു ഫ്ലാഞ്ച് ആണ്. അതായത് ഫ്ലാഞ്ചിന് നിയർ ആയിട്ടായിരിക്കും ന്യൂട്രൽ ആക്സിസ് നിൽക്കുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസ്, അതായത് ഈ ഒരു സെക്ഷൻ്റെ ടോട്ടൽ വെയിറ്റ്, അതായത് മോർ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫ്ലാഞ്ചിഡ് പൊസിഷനിലാണ്. ഇതിനെ അപേക്ഷിച്ച് ഇവിടെ അല്ലേ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ആ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് നിയർ ടു ഫ്ലാഞ്ചിലാണ്, അതായത് സി ജിയിലാണ് മോർ വെയിറ്റ് സി ജിയിലാണ് ഒരു സെക്ഷൻ്റെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനിലാണോ വെയിറ്റ് കൂടുതൽ ആ സെക്ഷനിലോട്ട് നിയർ ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റഡ് പോർഷൻ നിയർ ആയിട്ടുള്ള സെക്ഷനിലായിരിക്കും അതിന് സി ജി ആക്ട് ചെയ്യുന്നത്. സോ ടി ബീമിൻ്റെ കേസിൽ മോർ വെയിറ്റ് കോൺസെൻട്രേറ്റ് നിയർ ദ ഫ്ലാഞ്ചസ്. സോ ന്യൂട്രൽ ആക്സിസ് നിയർ ടു ഫ്ലാഞ്ചഡ് പോർഷൻസ്. ഇനി ഇതിൻ്റെ സ്ട്രെസ് ഡയഗ്രാം വരക്കുകയാണെങ്കിൽ ടോപ്പ് ബോട്ടം ലൈൻസ്, നമുക്കറിയാം സ്ട്രെസ് ലീനിയർ ഇൻ നേച്ചറാണ്. ലീനിയർലി അത് വേരി ചെയ്യുള്ളൂ സ്ട്രെസ്സിൻ്റെ കേസസിൽ. സോ ബോട്ടത്തിൽ ഈ റേഞ്ചിൽ സ്ട്രെസ് അത് ന്യൂട്രൽ ആക്സിസിന് 0 എത്തും, ടോപ്പിലെത്തുമ്പോഴത്തേന് അത് കൂടും. ഇതാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. സി ജിയിൽ നിന്നും ടോപ്പ് ഓഫ് ദ ബീമിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ y1 എന്നും, സി ജിയിൽ നിന്നും ബോട്ടം ഓഫ് പോയിന്റിലോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ y2 എന്നാണ് പറയുന്നത്. y2. ഇതും സ്ട്രെസ്സും എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് നമ്മളൊരു ബെൻഡിങ് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ബെൻഡിങ് ഇക്വേഷൻസ് ഉണ്ട്, അത് നോക്കാം. എന്താണ് ബെൻഡിങ് ഇക്വേഷൻസ്? ബെൻഡിങ് ഇക്വേഷൻസ് ഈക്വൽ ടു E by R is equal to F by Y is equal to M by I. ഇപ്പോൾ നമ്മൾ ഇതിന് ഈ ഒരു സോൾവിന് വേണ്ടി ഈ 2 സെക്ഷനും കൺസിഡർ ചെയ്തു. ഈ ഒരു 2 ഇക്വേഷൻസ് വെച്ച് നമുക്കൊന്ന് റിലേഷൻ കണ്ടെത്താം. F by I is equal to M by I. So F is equal to M into Y divided by I.
സോ ഈ ഇക്വേഷനിൽ നമുക്ക് പറയാം എഫും വൈയും, അതായത് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. വൈ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിൽ നിന്നും ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസിന് നമ്മൾ വൈ എന്ന് പറയുന്നു. ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്ഷൻ, എം ഇസ് ബെൻഡിങ് മൊമെന്റ്, എഫ് ഇസ് സ്ട്രെസ്സസ്. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു റിലേഷൻ കണ്ടെത്താം. എഫ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വൈ. അതായത് വാല്യൂ ഓഫ് വൈൻ്റെ വാല്യൂ കൂടുന്തോറും എഫിൻ്റെ വാല്യൂ കൂടുന്നു. ആ ഒരു കേസസിൽ നമുക്ക് ഈ ഒരു ഫിഗറുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഇവിടെ y2 ഈസ് ഗ്രേറ്റർ ദാൻ y1 അങ്ങനെയല്ലേ കിട്ടിയേ. അപ്പോൾ അതുപോലെ അതേ ഒരു ഇതിൽ നമുക്ക് സിമിലാർലി നമുക്ക് റൈറ്റ് ചെയ്യാം F2 ഈസ് ഗ്രേറ്റർ ദാൻ F1. അതായത് F2 ആക്ട് ചെയ്യുന്നത് ബോട്ടം പോർഷൻസിൽ, അതായത് F2 ഇവിടെ ആക്ട് ചെയ്യുക, ഇവിടെ F1ഉം. സോ വാല്യൂ ഓഫ് F2 ഈസ് ഗ്രേറ്റർ ദാൻ F1 എന്നാണ് പറയുന്നത്. സോ ഈ ഒരു കണ്ടീഷൻസിൽ നമുക്ക് പറയാം മോർ സ്ട്രെസ്സസ് ആക്ടിങ് അറ്റ് ദിസ് ബോട്ടം ഓഫ്, ഈ ടി ബീമിൻ്റെ കേസിൽ മോർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഈസ് അറ്റ് ബോട്ടത്തിലാണ് സ്ട്രെസ് മാക്സിമം ഇൻ കേസ് ഓഫ് ടി ബീം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിലോട്ട് പോവാം. അറ്റ് ടോപ്പ് ഓഫ് ദ സെക്ഷൻ മാക്സിമം സ്ട്രെസ് വിൽ ഒക്കെ അറ്റ് ടോപ്പ് ഓഫ് സെക്ഷൻ, അതല്ലല്ലോ നമ്മൾ കണ്ടെത്തിയത്. സെക്ഷൻ്റെ ടോപ്പിൽ F1ൻ്റെ വാല്യൂ ആണ്, F1 ഈസ് ലെസ് ദാൻ F2 ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെൻറ്റർ ഓഫ് ദ ഗ്രാവിറ്റി ഓഫ് ദ സെക്ഷൻ CGയിലല്ല, CGയിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. F1 സോ F2. സോ CG അല്ല, ഇതും തെറ്റാണ്. ബോട്ടം ഓഫ് സെക്ഷൻ, ദാറ്റ് മീൻസ് ഇവിടെയാണ് മാക്സിമം സ്ട്രെസ് ഒക്കർ ചെയ്യുന്നത്. അതുതന്നെയല്ലേ നമ്മൾ ഇവിടെ വെച്ച് കണ്ടെത്തിയത്. മാക്സിമം സ്ട്രെസ് ഒക്കർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സെക്ഷൻ ഇൻ കേസ് ഓഫ് ടി ബീംസ്. അപ്പോൾ ഓപ്ഷനിൽ സി ഈസ് കറക്റ്റ് ആൻസർ. ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ടി ബീമിൻ്റെ കേസസിൽ മാക്സിമം സ്ട്രെസ് അറ്റ് ബോട്ടത്തിലാണ്. അത് ഓരോ സെക്ഷൻ അനുസരിച്ച് വേരി ചെയ്യും. ഇപ്പോൾ ഒരു ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കിളിൻ്റെ കേസ് ആണെങ്കിൽ 2 പോയിന്റ്സിനും സെയിം സ്ട്രെസ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് നേച്ചർ ആയിരിക്കും. അത് റെക്റ്റാങ്കിളിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ CG ആക്ട് ചെയ്യുന്ന പോയിന്റ് റെക്റ്റാങ്കിൾ കേസ് ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് എ റെക്റ്റാങ്കിൾ. അതിൽ CG ആക്ട് ചെയ്യുന്നത് റെക്റ്റാങ്കിളിലെ CG പറഞ്ഞാൽ അതിൻ്റെ മിഡിലായിരിക്കും. രണ്ട് സെക്ഷനിലും ഈക്വലി അതിന് വെയിറ്റ് ഈക്വൽ ആയിരിക്കും. സോ ദ y1 ഈസ് ഈക്വൽ ടു y2. അതുകൊണ്ട് നമുക്ക് ഇക്വേഷനിൽ പറയാം F1 ഈസ് ഈക്വൽ ടു F2 ബട്ട് ഓപ്പോസിറ്റ് നേച്ചർ ആയിരിക്കും. ഇത് ഓപ്പോസിറ്റ് നേച്ചർ. സോ റെക്റ്റാങ്കിളിൻ്റെ കേസിൽ F1 ഇസ് ഈക്വൽ ടു F2 ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഇൻ നേച്ചേഴ്സ് ആവും. സോ ആ ഒരു കേസസിൽ നമുക്ക് ബോട്ടത്തിലാണ് മാക്സിമം സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോപ്പിലാണ് മാക്സിമം സ്ട്രെസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കേസിൽ സെക്ഷൻ്റെ ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കേസസ് ആണ് ഇത്. അപ്പോൾ ടി ബീമിൽ ഏറ്റവും മാക്സിമം സ്ട്രെസ് ഒക്കെ ആയിട്ട് ബോട്ടം ഓഫ് ദ ബീംസ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the case of cantilever carrying load, the ratio of maximum bending moment at the fixed and when the load increases from 0 at the fixed end and W at the free end, that when the load increases from 0 at the free and maximum W at the fixed end. ഇതെന്ന് പറഞ്ഞാൽ കാന്റിലിവർ ബീമിൻ്റെ 2 കണ്ടീഷൻസ് ആണ്, ലോഡിങ് കണ്ടീഷൻസ് ആണ്. ഈ 2 ലോഡിങ് കണ്ടീഷനിലും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ആ 2 കണ്ടീഷൻസ് നമുക്കൊരു പിക്ചർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് കേസ്, ഒരു കാന്റിലിവർ ബീം കേസ് 1, കേസ് 2. ഫസ്റ്റ് കേസ് ഒരു കാന്റിലിവർ ബീം, അതായത് വൺ എൻഡ് ഫിക്സ്ഡ്, അതർ എൻഡ് ഈസ് ഫ്രീ. ഫസ്റ്റ് കേസ് പറയുന്നത് അതിൻ്റെ സപ്പോർട്ടിൽ 0 ലോഡും സപ്പോർട്ടിൽ 0യും അതിൻ്റെ ഫ്രീ സപ്പോർട്ടിൽ W ആയിട്ടുള്ള കേസാണ് ഫസ്റ്റ് ലോഡ്. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്ത് വരക്കുമ്പോൾ അതൊരു യൂണിഫോംലി വേരിയിങ് ലോഡായിട്ടാണ് നമുക്ക് കാണുന്നത്. കേസ് 1. അതുപോലെ തന്നെ കേസ് 2, ഒരു കാന്റിലിവർ ബീം, സ്പാന്, അതിൻ്റെ സപ്പോർട്ടിൽ Wയും ഫ്രീ എൻഡിൽ 0. ഇത് രണ്ടും ജോയിൻ ചെയ്ത് വരക്കുമ്പോഴും സെയിം ഒരു ട്രയാങ്കിൾ നേച്ചേഴ്സ്, അത് യൂണിഫോംലി
വേരിയിങ് നേച്ചർ, യൂണിഫോംലി വേരിയിങ് ലോഡാണ്. ഈ ടൈപ്പ് ഓഫ് ലോഡിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോംലി വേരിയിങ് ലോഡ്. ഇതാണ് ബീമിന്റെ 2 ലോഡിങ് കണ്ടീഷൻസ്. ഫസ്റ്റ് കേസ് പറഞ്ഞാൽ സപ്പോർട്ടിൽ 0 ആയും ഫ്രീ എൻഡിൽ W. കേസ് 2 ആവുമ്പോൾ സപ്പോർട്ടിൽ W ഫ്രീ എൻഡിൽ 0 ആവും. അപ്പോൾ ഈ 2 കേസിലും ബെൻഡിങ് മൊമെന്റ് കാണാനുള്ള ഒരു കോമൺ ഇക്വേഷൻസ് ഉണ്ട്. ബെൻഡിങ് മൊമെന്റ് ബൈ കേസ് ഓഫ് യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് കാന്റിലിവറിന്റെ ബെൻഡിങ് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻസ് BM is equal to area of this triangle, area ലോഡിങ് ഏരിയ, ലോഡ് ചെയ്യുന്ന ഏരിയ ഇൻറ്റു CG ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് ഫ്രം CG to സപ്പോർട്ട്. അങ്ങനെ ഈ ഡിസ്റ്റൻസ് ഫ്രം CG ടു സപ്പോർട്ട് മൊമെന്റ് എന്ന് കാണാൻ മൊമെന്റ് കാരണം ലോഡ് ഇൻറ്റു ഏരിയയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏരിയയുടെ സമയത്ത് ടോട്ടൽ ലോഡിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഏരിയ ഓഫ് ദി സെക്ഷൻ കിട്ടിയ ടോട്ടൽ ലോഡ്. ആ ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ്റെ CGയിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് ലോഡും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് CG ലോഡാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ UDLന്റെ കേസ് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ UDL ഒരു കേസ് UDL ആണെന്ന് പറഞ്ഞു. സെയിം UDL ലോഡിങ് കേസാണ്. W ഇൻറ്റു അതിൻ്റെ ടോട്ടൽ ലോഡ്, അതിൻ്റെ CG ലെങ്ത് എന്ന് പറഞ്ഞാൽ UDL ആകുമ്പോൾ ഇതൊരു റെക്ടാങ്കിൾ പോർഷൻസ് ആണ്. അപ്പോൾ CG ലെങ്ത് എന്ന് പറഞ്ഞാൽ L/2 ആണ്, സെൻട്രൽ ആക്ട് ചെയ്യാണ്. സോ അതിൻ്റെ CG ലെങ്ത് പറഞ്ഞാൽ L/2 എന്ന് പറയും. അത് ഇൻ കേസ് ഓഫ് ട്രയാങ്കിൾ, ഇത് യൂണിഫോംലി വേരിയിങ് ലോഡാണ്. ഇൻ കേസ് ഓഫ് ട്രയാങ്കിളിൻ ഷേപ്സ് ആണ്. സോ CG ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് കേസിലുള്ള BM at A, കേസ് 1 BM1. BM at ഫസ്റ്റ് സെക്ഷൻ ഏരിയ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു, അതൊരു ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു ബേസ് W ഇൻറ്റു ടോട്ടൽ ലെങ്ത് W ഇൻറ്റു L. അപ്പോൾ ഏരിയ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദ CG ടു സപ്പോർട്ട്. ഇതിന് CG ആക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ് CG. സോ ഈ CGയിൽ നിന്നും ഈ സപ്പോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് A ആണ്, അതായത് ബെൻഡിങ് മൊമെന്റ് അറ്റ് A ആണ് കാൽക്കുലേറ്റ്, സപ്പോർട്ടിക്കുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഇൻറ്റു ആ ഏത് പോയിന്റിലേക്കാണോ നമ്മൾ മൊമെന്റ് എടുക്കുന്നത് ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ CG ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ L/3, ബേസിൽ നിന്നും L/3യും അതും അപ്പെക്സിക്ക് പോകുമ്പോൾ 2L/3 ഡിസ്റ്റൻസിലാണ് CG ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ഫ്രം CG ടു സപ്പോർട്ട്, ഇവിടെ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ് 2L/3 BM at ഈ 2 ക്യാൻസൽ ചെയ്തു, WL²/3. ഇതാണ് BM at A1 സെക്ഷൻ 1 എയിൽ ഉള്ള ലോഡാണ് തന്നത്. അപ്പോൾ ഈ കേസ് 2 നമ്മൾ പറയുന്നത് ഇത് സെയിം ഇക്വേഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. കേസ് 2 BM ഇവിടെയാണ് CG ആക്ട് ചെയ്യുന്നത്, ബേസിലോട്ട് L/3. The total span length L is 2L/3. So bending moment BM A2 second case 2. So area nanal half into W into L into CG length L/3. അതായത് CGയിൽ നിന്നും സപ്പോർട്ടിലോട്ടുള്ള ഡിസ്റ്റൻസ്, സപ്പോർട്ടിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ L/3 എന്ന് തന്നു. സോ നമ്മളിതിനെ സോൾവ് ചെയ്യുമ്പോൾ WL²/6 ഇക്വേഷൻ 2, ഇതിനെ ഇക്വേഷൻ
1 എന്നും പറയുന്നു. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് ബെൻഡിങ് മൊമെന്റിന്റെയും റേഷ്യോ BMA2ന്റെയും BMA1ന്റെയും റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇക്വേഷൻ 1/2 ചെയ്യുമ്പോൾ ഈക്വൽ ടു WL² divided by WL² 6. ഇതും ക്യാൻസൽ. സോ 6/3 is equal to 2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലായി. യൂണിഫോംലി വേരിയിങ് ലോഡിൻ്റെ കേസിൽ ടോട്ടൽ ബെൻഡിങ് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം CG ടു സപ്പോർട്ട് അല്ലെങ്കിൽ ഏത് പോയിന്റിലോട്ടാണോ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുന്നത് അത് CGയിൽ നിന്നും അത് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഡിസ്റ്റൻസ് ആയി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ബെൻഡിങ് മൊമെൻറ്റ് തമ്മിലുള്ള റേഷ്യോ കാണുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇസ് 2. ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓപ്ഷൻ A is 1 തെറ്റാണ്. ഓപ്ഷൻ B is 2. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ B 2. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 7 meter, a point load of 3 kilonewton at a distance of 2 meter from the left end A and the point load of 2 kilonewton at a distance of 4 meter from a left end. What will be the supported reaction at B? ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ 2 പോയിന്റ് ലോഡ് അത് ഇത്ര ഡിസ്റ്റൻസ് ഫ്രം A സപ്പോർട്ടിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ട് 2 പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് മുഖേന അതിൻ്റെ സപ്പോർട്ട് Aയിലുള്ള റിയാക്ഷൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് സിംപ്ലി സപ്പോർട്ടിൻ്റെ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം, 2 സപ്പോർട്ട് റിയാക്ഷൻസ്. അത് ഫസ്റ്റ് ലോഡ് പറയുന്നത് ഇതിന് സ്പാൻ 7 മീറ്റർ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ലോഡ് 3 kilonewton ആക്ട് ചെയ്യുന്നത് 2 meter ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്, അതായത് എയിൽ നിന്നും 2 meter മാറിയിട്ടാണ് 3 kilonewton ആക്ട് ചെയ്യുന്നത് 2 meter. ദെൻ പിന്നുള്ള ലോഡ് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് 2 kilonewton ഡിസ്റ്റൻസ് സപ്പോർട്ട് എയിൽ നിന്നും 4 meter മാറിയിട്ടാണ് അനദർ പോയിന്റ് ലോഡ് 2 kilonewton ആക്ട് ചെയ്യുന്നത്. ഇതാണ് ബീമിൻ്റെ കണ്ടീഷൻസ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ആറിൻ്റെ വാല്യൂ ആണ്. നമുക്കറിയാം ഇക്വേഷൻ, അതായത് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സസ് സിഗ്മ V is equal to 0, സിഗ്മ H is equal to 0, സിഗ്മ M is equal to 0. ഇതാണ് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉള്ളത്. സോ നമുക്ക് സിഗ്മ V കൺസിഡർ ചെയ്യാം. ടോട്ടൽ അപ്വേർഡ് ഫോഴ്സസ് ഈക്വൽ ടു ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സസ്, അതാണ് സിഗ്മ V. ഇത് 3 + 2 is equal to RA plus RB. ഇക്വേഷൻ 1. പിന്നെ നമ്മൾ സെക്കൻഡായിട്ട് നോക്കേണ്ടത് റിയാക്ഷൻസ് കാണാനാണ്. റിയാക്ഷൻ കാണണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സപ്പോർട്ടിലോട്ടുള്ള മൊമെൻറ്റ് 0 ആക്കി കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് മൊമെൻറ്റ് അബൌട്ട് A is equal to 0, സിഗ്മ MA is equal to 0. സിഗ്മ MA is equal to 0 ആവുമ്പോൾ ദെൻ ഇക്വേഷൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ 3 × 2 മൊമെൻറ്റ് അബൌട്ട് A is equal to 0 വെച്ചാൽ മൊമെൻറ്റ് അബൌട്ട് Aക്ക് മൊമെൻറ്റ് എടുക്കുമ്പോൾ 3 × 2 പ്ലസ് ഈ സൊല്യൂഷൻ 2 × 4 മൈനസ് 7 × RB. RB ഡിസ്റ്റൻസ് 7 meter ആണ്. സോ 7 × RB. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് എടുത്തപ്പോൾ എന്തുകൊണ്ട് ഇവിടെ നെഗറ്റീവ് എടുത്തു എന്നുള്ളൊരു ഡൗട്ട്സ് ഉണ്ടാവും. ഈ 2 ലോഡും ക്ലോക്ക് വൈസിലാണ് ആക്ട് ചെയ്യുന്നത്. ബട്ട് ഇത് പറഞ്ഞാൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും ക്ലോക്ക് വൈസ് പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നത്. ഈക്വൽ ടു 0 is equal to 2 × 3 6 plus 2 × 4 8 minus 7 RB. 7 RB is equal to 6 plus 8 14. Then RB is equal to
14/7 is equal to 2 kN. നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യനിൽ ചോദിച്ചതും RBന്റെ വാല്യൂ അല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചതും, അതല്ലേ നമുക്ക് കിട്ടിയത് 2 kN എന്ന്. ആറിൻ്റെ വാല്യൂ കണ്ടെത്തണമെന്നില്ല, ബട്ട് നമുക്ക് ഇൻ കേസ് കാണണമെന്നുള്ളൊരു ഓപ്ഷൻ കാണണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആറിൻ്റെ വാല്യൂസും കിട്ടും. ഇതാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് മെയിൻ എയിം ചെയ്തിട്ടുള്ളത്. സോ ഈ 2 വാല്യൂ ആണ് നമുക്ക് RB ഈസ് ഈക്വൽ ടു 2 kN തന്നു. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഈസ് 3 kN, തെറ്റ്. ഓപ്ഷൻ ബി 2.5 kN, അതുമല്ല. ഓപ്ഷൻ സി ഈസ് 2 kN. നമുക്ക് കിട്ടിയതും 2 kN അല്ലേ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി 2 kN. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, സിമ്പിളായിട്ടുള്ളൊരു കണ്ടീഷനാണ്. നമുക്ക് ലോഡിംഗ് കണ്ടീഷനാണ്, സിംപ്ലി സപ്പോർട്ടിലുള്ള സിമ്പിൾ ലോഡിംഗ് കണ്ടീഷൻസ് ആണ് ഇത്. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സോ ഇല്ല. ഇക്വേഷൻസ് പോയിട്ട് അതിന് ജസ്റ്റ് റിയാക്ഷൻ മാത്രം കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. സോ അതിന് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല, അത് സിമ്പിളാണ്. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 beams carrying identical loads simply supported are having same depth, but beam A has double the width as compared to that of beam B. So the ratio of the strength of the beam A to that of B. അതായത് രണ്ട് ബീം ലോഡിംഗ് കണ്ടീഷനും ഒക്കെ സെയിം ആണ്, ബട്ട് അതിൻ്റെ ക്രോസ് സെക്ഷനിലുള്ള വേരിയേഷൻസ് കാരണം അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സ്ട്രെങ്ത്തിൻ്റെ റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം സെക്ഷൻ മോഡുലസും സ്ട്രെങ്ത്തും തമ്മിലൊരു ലീനിയർലി വേരിയേഷൻസ്, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. സ്ട്രെങ്ത് എത്രത്തോളം കൂടാൻ നമ്മളൊരു എത്രത്തോളം മാക്സിമം സെക്ഷൻ മോഡുലസ് അപ്ലൈ കൊടുക്കുന്നോ അത്രത്തോളം അതിൻ്റെ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു സെക്ഷനിൽ കൂടി വരുന്നു. സോ സെക്ഷൻ മോഡുലസിൻ്റെ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ബീം കണ്ടീഷൻസ് എഴുതാം. ബീം എ ആൻഡ് ദ ബീം ബി. ഇതാണ് രണ്ട് ബീം. രണ്ട് ബീം. ബീം എന്റെ ഡെപ്ത് എന്ന് ചോദിച്ചാൽ ബീം എന്റെ ഡെപ്ത് സിംപ്ലി സപ്പോർട്ടഡ് ആസ് സെയിം ഡെപ്ത്, രണ്ടിൻ്റെയും ഡെപ്ത് ഈക്വൽ ആണ്. സോ ഡി ഈക്വൽ ഡി, രണ്ടിലും ഡി, ഡെപ്ത് ഡി. ബട്ട് എന്റെ കേസസിൽ ഡബിൾ ദ വിഡ്ത്ത്, അതായത് 2B ആണ് കേസസ്. വിഡ്ത്ത് ഈക്വൽ ടു, അതായത് വിഡ്ത്ത് ഈക്വൽ ടു ഡബിൾ ആണ്. നോർമൽ വിഡ്ത്തിൽ നിന്നും ഡബിൾ ആണ് ബീം എന്റെ കേസ്. ഇത് പറഞ്ഞാൽ സെയിം ബ്രെഡ്ത്ത്, അതായത് ഡബിൾ അല്ല, ഒരു സെയിം ബ്രെഡ്ത്ത് ബി മാത്രമേ ഉള്ളൂ. ആ ഒരു കേസസിലുള്ള സെക്ഷൻ മോഡുലസിൻ്റെ റേഷ്യോ ആണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ മോഡുലസ്, ഒരു റെക്ടാങ്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ Z is equal to BD square by 6. അതുപോലെ തന്നെ ഇതിലും സെയിം സെക്ഷൻ റെക്ടാങ്കിൾ സെക്ഷൻ ആണ്. സോ Z is equal to BD square by 6. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി പറഞ്ഞാൽ 2B ഇൻറ്റു ഡി, സെയിം ഡി സ്ക്വയർ ബൈ 6. ഇവിടെയും സെയിം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ഇൻറ്റു ഡി സ്ക്വയർ ബൈ 6. അപ്പോൾ ഇതിൽ Z കാണാൻ Z is equal to 2B ഇൻറ്റു ഡി സ്ക്വയർ ബൈ 6, BD സ്ക്വയർ ബൈ 6. സോ ഇതിനെ നമ്മൾ Z1 എന്ന് കൊടുക്കാം. Z1 is equal to 2B D square, അതായത് BD സ്ക്വയർ. ഓക്കെ, 2ഉം 6ഉം ക്യാൻസൽ 1/3. സോ BD സ്ക്വയർ ബൈ 3. ഇതിന് നമ്മൾ ഇക്വേഷൻസ് 1. സോ അതുപോലെ തന്നെ Z2, ഇതിന് നമ്മൾ Z2 എന്ന് കൊടുക്കുമ്പോൾ Z2 BD സ്ക്വയർ ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല. സോ BD സ്ക്വയർ ബൈ 6. നമ്മൾ പറഞ്ഞു സ്ട്രെങ്ത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് സെക്ഷൻ മോഡുലസിൻ്റെ റേഷ്യോ ആണ്. അതായത് ഒരു സ്ട്രെങ്ത്തും സെക്ഷൻ മോഡുലസും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. സോ നമ്മൾ സെക്ഷൻ മോഡുലസിൻ്റെ റേഷ്യോ കണ്ടെത്തിയാൽ മതി. സോ സെക്ഷൻ മോഡുലസിൻ്റെ റേഷ്യോ ഈക്വൽ ടു ഇക്വേഷൻ 1/2, അതായത് Z1
by Z2 is equal to BD square by 3 all divided by BD square by 6. BD സ്ക്വയറും BD സ്ക്വയറും ക്യാൻസൽ ചെയ്തു 6 by 3 എന്ന് കിട്ടും. അതിൽ നിന്നും നമുക്ക് കിട്ടും 2. അപ്പോൾ സെക്ഷൻ മോഡുലസിൻ്റെ റേഷ്യോ Z1 by Z2 is equal to 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടിനും സ്ട്രെങ്ത് തമ്മിലുള്ള റേഷ്യോ, അതായത് Z1 is equal to 2 Z2. അതായത് ഈ ഒരു ഇക്വേഷൻസ് കൊണ്ട് നമ്മൾ ഇക്വേഷൻ കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത് ബ്രെഡ്ത്ത് കൂട്ടും തോറും, അതായത് Z1ൻ്റെ ബ്രെഡ്ത്ത് നമ്മൾ ഡബിൾ ചെയ്തു. അപ്പോൾ അതെന്ന് വെച്ചാൽ Z2 അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ Z2ൻ്റെ ഡബിളാണ്. ബ്രെഡ്ത്ത് കൂട്ടും തോറും Z1ൻ്റെ സെക്ഷൻ മോഡുലസിൻ്റെ വാല്യൂ ഏല് കൂടി, അതായത് 2 times of Z2 ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് കൂട്ടിയ കേസസ് ആയതുകൊണ്ട് ഇതിൻ്റെ Z2ൻ്റെ 2 times ഇൻക്രീസ് ചെയ്താണ് ചെയ്യുന്നത് സെക്ഷൻ മോഡുലസ് ആയിട്ട് 1. സോ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് പോകാം. ഓപ്ഷൻ എ ഈസ് ഹാഫ്, കറക്റ്റ് തെറ്റ്. ഓപ്ഷൻ ബി ഈസ് 1/4, തെറ്റ്. Option C is 2. So the answer is option C. Section modulus in the ratio is equal to strength in the ratio. So the answer is option C equal to 2 ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. സെക്ഷൻ മോഡുലസ് കണ്ടെത്തുക, അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ Z1ഉം Z2 എത്രത്തോളം റിലേറ്റഡ് ആവുന്നുണ്ട്, അതിൻ്റെ ഡയമെൻഷനിലുള്ള ചേഞ്ചസ് കാരണം Z1നും Z2ക്കും എത്രത്തോളം എത്രത്തോളം വേരിയേഷൻസ് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ ഫോർമാറ്റ് ഇക്വേഷൻസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് V denotes the shear force acting at a particular section along the span of a beam having a rectangular cross section of width B and the depth H, then the shear stress at the neutral axis is. ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കിൾ ആയ ഒരു ബീം അല്ലെങ്കിൽ ഒരു സെക്ഷൻ്റെ ക്രോസ് സെക്ഷൻ, അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞ ഷേപ്പ് റെക്റ്റാങ്കിൾ ആണ്. അതിൻ്റെ ബ്രെഡ്ത്ത് ബിയും എച്ച് ഡെപ്തും ആയിട്ടുള്ള ഒരു സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ പറയുള്ളത് ഷിയർ സ്ട്രെസ് അറ്റ് എനി സെക്ഷൻ, ഏത് സെക്ഷൻ്റെയും ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുക. ജനറൽ ഇക്വേഷൻ പറഞ്ഞില്ലേ, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഷിയർ സ്ട്രെസ് അറ്റ് എനി സെക്ഷൻ, ഏത് ടൈപ്പ് ക്രോസ് സെക്ഷനുള്ള ഒരു സെക്ഷൻ്റെയും ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ജനറൽ ഇക്വേഷൻസ് ഉണ്ട്, അത് നോക്കാം. ഷിയർ സ്ട്രെസ് അറ്റ് എനി സെക്ഷൻ ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ഇൻറ്റു ഏരിയ ഇൻറ്റു y bar divided by I moment of inertia into breadth of the section. So V എന്ന് പറഞ്ഞു ഷിയർ ഫോഴ്സ്, ഏരിയ ഓഫ് ദ സെക്ഷൻ y bar എന്ന് പറഞ്ഞാൽ ആ സെക്ഷൻ്റെ സെൻറ്റർ തൊട്ട് CG, അതായത് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ y bar എന്നാണ് പറയുന്നത്. സോ I moment of inertia B is the breadth of the section. ഇതാണ് ഏതൊരു സെക്ഷൻ്റെയും ഷിയർ ഫോഴ്സ് കാണാനുള്ള ജനറൽ ഇക്വേഷൻസ്. ബട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് അതൊരു റെക്റ്റാങ്കിൾ സെക്ഷൻ ആണ്. ആ സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസിൽ എത്രത്തോളം ഷിയർ ഫോഴ്സ് ഉണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ നമ്മളൊരു റെക്റ്റാങ്കിൾ സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ്, ദിസ് എ റെക്റ്റാങ്കിൾ സെക്ഷൻ. റെക്റ്റാങ്കിളിൽ ന്യൂട്രൽ ആക്സിസ് എപ്പോഴും സെൻറ്ററിലൂടെ പാസ് ചെയ്യാൻ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ബ്രെഡ്ത്ത് ബിയും ഡെപ്ത്ത് എച്ചും ആണ്. ന്യൂട്രൽ ആക്സിസ് സെൻറ്ററിലൂടെ ആയതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞാൽ h/2. നമ്മൾ ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ഈ ഒരു സെക്ഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. ഇതിൻ്റെ സെൻറ്റർ ഇത്. ഈ ഒരു സെക്ഷൻ്റെ ബോട്ടം തൊട്ട് ന്യൂട്രൽ ആക്സിസ് വരെ ഈ ഡിസ്റ്റൻസ് നമ്മൾ y എന്നും, ഇതിൻ്റെ സെൻറ്റർ തൊട്ട്, അതായത് ഈ സെക്ഷൻ്റെ സെൻറ്റർ തൊട്ട് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ y bar എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ. ഇതിൻ്റെ വാല്യൂ ആണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് നോർമൽ ഒരു റെക്റ്റാങ്കിൾ സെക്ഷൻ്റെ ഷിയർ സ്ട്രെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫിഗർ. സോ ഷിയർ സ്ട്രെസ് നമുക്ക് ഈ ഒരു പോയിന്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ കാൽക്കുലേറ്റ്, പിന്നെ എനി പോയിന്റിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ബൈ ദ ജനറൽ ഇക്വേഷൻസ്. റെക്ടാംഗിൾ സെക്ഷനിൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ജനറൽ ഇക്വേഷൻസ് ഉണ്ട്. സോ അതെന്താണെന്ന് നോക്കാം. സോ ഷിയർ സ്ട്രെസ്
റെക്ടാങ്കുലർ കേസസിൽ ഷിയർ സ്ട്രെസ് അറ്റ് എനി പോയിന്റ്സുകൾ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ജനറൽ ഇക്വേഷൻ ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 6V divided by BH cube into H square by 4 minus Y square. ഇതാണ് ഷിയർ സ്ട്രെസ് അറ്റ് എനി സെക്ഷൻ. ഷിയർ സ്ട്രെസ് അറ്റ് എനി സെക്ഷൻ. ഈ ഒരു ഇക്വേഷനിൽ വൈൻ്റെ വാല്യൂസ് ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആവും. ഒരു സെയിം ഒരു സെക്ഷനിൽ ഈ വാല്യൂസ്, അതൊരു റെക്ടാങ്കിൾ സെക്ഷൻ ആണ്, ഇതിൻ്റെ ഈ വാല്യൂസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആവും. ബട്ട് ഏത് പോയിന്റൊക്കെ എടുക്കേണ്ടത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു വാല്യൂ ആണ്. വൈൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏതൊക്കെ പോയിന്റുകൾ ഷിയർ സ്ട്രെസ് ആണോ കിട്ടേണ്ടത് അത് ഈ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഷിയർ സ്ട്രെസ് കിട്ടും. ഇവിടെ നമുക്ക് വേണ്ടത് ന്യൂട്രൽ ആക്സിസിലുള്ള ഷിയർ സ്ട്രെസ് ആണ്. ന്യൂട്രൽ ആക്സിസിലെ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വൈൻ്റെ വാല്യൂ 0 ആകും. ഷിയർ സ്ട്രെസ് അറ്റ് ന്യൂട്രൽ ആക്സിസ്, ഷിയർ സ്ട്രെസ് അറ്റ് ന്യൂട്രൽ ആക്സിസിലെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ പറഞ്ഞാൽ y is equal to 0. ന്യൂട്രൽ ആക്സിലും ഡിസ്റ്റൻസ് മാറുന്നില്ലല്ലോ, അതേ ആക്സിസിൽ തന്നെയല്ലോ ഷിയർ സ്ട്രെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വൈൻ്റെ വാല്യൂ 0 ചെയ്യുമ്പോൾ ഇക്വേഷൻസ് ബിക്കം 6V divided by BH cube into H square by 4. സോ H സ്ക്വയറും H ക്യൂബും ക്യാൻസൽ ചെയ്തു, 6ഉം ഇതും ക്യാൻസൽ ചെയ്തു. സോ 3/2 into 3V by B into remaining terms. Shear stress at neutral axis. ഇതാണ് ഷിയർ സ്ട്രെസ് അറ്റ് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഫോർമാറ്റ്. സോ നമുക്കറിയാം ആവറേജ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ average shear force is equal to average shear stress is equal to shear force divided by B into AH, അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ, ഫോഴ്സ് ഇൻറ്റു ഏരിയ ഈക്വൽ ടു സ്ട്രെസ്. ഇതാണ് ആവറേജ്. ഈ വാല്യൂ തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. സോ ഷിയർ സ്ട്രെസ് at neutral axis 3/2 Q average. അപ്പോൾ ന്യൂട്രൽ ആക്സിസിലുള്ള ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 3/2 Q average. അപ്പോൾ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് ഒക്കർ ചെയ്യുന്ന പ്ലേസ് ഏതാണെന്ന് നോക്കണം. ഈ ഇക്വേഷനിൽ ഇവിടെ ഷിയർ സ്ട്രെസ് ഇതാണ് ഷിയർ സ്ട്രെസ്. സോ ഏത് പോയിന്റിലാണ് മാക്സിമം ഷിയർ സ്ട്രെസ് ഒക്കർ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ജനറൽ ഇക്വേഷൻ, ഇൻ റെക്ടാങ്കിൾ കേസിൽ ജനറൽ ഇക്വേഷൻ ആണ് ഇത്. ഇതിൽ ഏത് വാല്യൂ കിട്ടുമ്പോഴാണ് നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടുന്നത് നോക്കാം. സോ y മാത്രമേ വാരി ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. y is equal to, നമ്മൾ ഇതിൻ്റെ ടോപ്പിലോട്ട് എടുക്കുമ്പോൾ y is equal to h/2 ആകും. ആ h/2 അതായത് y is equal to h/2. സോ y square is equal to h/2 whole square, അതായത് h/4. ഈ ഫോം h/4 ആകുമ്പോൾ 0 ആവും. ഓൾ ഷിയർ സ്ട്രെസ് 0 ആവും. അതായത് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ ഷിയർ സ്ട്രെസ് 0 ആണ്. ഇനി ബോട്ടം പോർഷൻ ആണെങ്കിൽ സെയിം ആണ്. വൈൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ h/2 ആണ്. സെയിം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയും 0 ആണ്. ബട്ട് ന്യൂട്രൽ ആക്സിസിൻ്റെ പോയിന്റ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 3/2 Q average. സോ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ, ഒരു പാരാബോളിക് വേരിയേഷൻസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം മാക്സിമം ഷിയർ സ്ട്രെസ് ഒക്കർ ചെയ്യുന്നത് ന്യൂട്രൽ ആക്സിസിലാണ്. സോ ഷിയർ സ്ട്രെസ് ഒക്കർ അറ്റ് മാക്സിമം ഇൻ ന്യൂട്രൽ ആക്സിസിലാണ് ഷിയർ സ്ട്രെസ് മാക്സിമം ഒക്കർ ചെയ്യുന്നത്. ബട്ട് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ കേസിൽ നമ്മൾ പറയുന്നു ന്യൂട്രൽ ആക്സിസിൽ 0 ആണ്. മാക്സിമം ഒക്കർ ചെയ്യുന്നത് ബോട്ടം ഓർ ടോപ്പ് ഇതിലായിരിക്കും മാക്സിമം ഒക്കർ ചെയ്യുന്നത്. പക്ഷേ ഷിയർ സ്ട്രെസ്സിൻ്റെ കേസസിൽ മാക്സിമം ഒക്കർ ചെയ്യുന്നത് ന്യൂട്രൽ ആക്സിസിലാണെന്ന് പറയാം. സോ ഇത് ക്വസ്റ്റ്യൻ്റെ നമ്മൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഷിയർ സ്ട്രെസ് അറ്റ് എ ന്യൂട്രൽ ആക്സിസിലെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇതാണോ നമുക്ക് കിട്ടിയത്? ഷിയർ സ്ട്രെസ് അറ്റ് ന്യൂട്രൽ ആക്സിസ് 0 അല്ലല്ലോ.
ടോപ്പ് ഓർ ബോട്ടത്തിലാണ് 0 ആയിട്ട് കിട്ടിയത് ഷിയർ സ്ട്രെസ്. സോ ഇത് തെറ്റാണ്. ഇവിടെ കിട്ടിയത് 3/2 BH. ദാറ്റ് മീൻസ് 3/2 ഇൻറ്റു Q ആവറേജ്. ഇതല്ലേ നമുക്ക് ന്യൂട്രൽ ആക്സിസിലുള്ള ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടിയത്. സോ ദ ആൻസർ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ലെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Bending moment M and tau T are applied on a solid circular shaft if the maximum bending stress is equal to maximum shear stress develops, then M is equal to. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചാൽ നമ്മളൊരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റിൽ മൊമെൻറ്റും ടോർക്കും അപ്ലൈ ആണ്. ആ ടൈമിൽ അതിൻ്റെ ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഈക്വൽ ടു മാക്സിമം ഷിയർ സ്ട്രെസ്. ഈ ഒരു ഈക്വൽ ടു കണ്ടീഷനിൽ അതിലുണ്ടാകുന്ന ടോർക്കിൻ്റെയും എമ്മിൻ്റെയും ഏതെല്ലാം രീതിയിൽ അത് റിലേറ്റ് ചെയ്യുന്നു, അതായത് എം ഏത് രീതിയിലൊക്കെയാണ് ടീനെ റിലേറ്റ് ചെയ്യുന്നു എന്നതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഓവൽ ഷേപ്ഡ് ഫ്ലൈ വീൽ നമ്മളൊരു ഷാഫ്റ്റിൻ്റെ അറ്റത്ത് ഒരു ഫ്ലൈ വീൽ അറ്റാച്ച് ചെയ്തു. ലൈക്ക് ദിസ് ഫ്ലൈ വീൽ. ഇതാണ് ഫ്ലൈ വീല്. ഈ ഫ്ലൈ വീല് നമ്മളൊരു സോളിഡ് ഷാഫ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്തു. ഈ ഒരു ഫ്ലൈ വീല് ഒരു റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ട്. ഫ്ലൈ വീല് സ്റ്റേഷനറായിട്ട് നിൽക്കല്ല, അത് ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഒരു റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ട്. അത് കാരണം നമുക്കൊരു ഒരു റൊട്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലൈ വീലിന് ഇറ്റ്സ് ഓൺ വെയിറ്റ് ഉണ്ട്, അത് ഡൗൺവേർഡിൽ ആക്ട് ചെയ്യുന്നു, W. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ്. ഈ രണ്ട്, അതായത് ഈ ഒരു റൊട്ടേഷൻ്റെ എഫക്റ്റ് കൊണ്ടും ഈ ഡബ്ല്യുൻ്റെ എഫക്റ്റ് കൊണ്ടുമാണ് നമുക്ക് ടോർക്കും മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്യുന്നത്. ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഷാഫ്റ്റിലാണ്. ഷാഫ്റ്റിൽ ഒരു റൊട്ടേഷൻ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വെയിറ്റ് കാരണം അവിടെ ഒരു മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് മെയിൻലി ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഈ ഒരു സ്ട്രക്ചറിൽ നടക്കുന്ന ഓപ്പറേഷൻസ്, ടോർക്കും മൊമെൻറ്റും. ടോർക്ക് പറഞ്ഞാൽ ഈ ഒരു ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷൻ കാരണം ഷാഫ്റ്റിൽ ഉണ്ടാകുന്ന ഒരു റൊട്ടേഷൻ. പിന്നെ ഈ ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈ വീലിൻ്റെ വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ബെൻഡിങ് മൊമെൻറ്റുമാണ്. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് ഓപ്പറേഷൻസ്. അത് ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. നമ്മൾ മൊമെൻറ്റ് കാരണം ഉണ്ടാകുന്നത് ബെൻഡിങ് സ്ട്രെസ്സും ടോർക്ക് കാരണം ഉണ്ടാകുന്നത് ഷിയർ സ്ട്രെസ്സും ആണ്. ഈ ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും മാക്സിമത്തിലെത്തുമ്പോൾ എമ്മും ടോർക്കും എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ബെൻഡിങ് സ്ട്രെസ് നോക്കാം. ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത് ബെൻഡിങ് ഇക്വേഷനിൽ നിന്നാണ്. സോ ബെൻഡിങ് ഇക്വേഷൻ എന്താണ്? സിഗ്മ ബൈ y is equal to E by R is equal to M by I. ഇതാണ് ബെൻഡിങ് ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് എല്ലാവരും ബൈ ഹേർട്ട് ആയി പഠിക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. സോ ഇതിൽ നിന്നും ഈ ഒരു ടേംസും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിഗ്മ ബൈ y is equal to M by I എന്നൊരു ഇക്വേഷൻ ഫോം ചെയ്യും. ഇതിൽ നിന്നും നമ്മൾ ബെൻഡിങ് സ്ട്രെസ്സസിന് ഇക്വേഷൻ കാണുമ്പോൾ M by Z, where Z is സെക്ഷൻ മോഡുലസ് ആണ് Z. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു I by Y. ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇക്വേഷൻ ഫോമാണ് M by Z. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻസ്. സോ നമുക്കറിയാം സർക്കുലർ ഷാഫ്റ്റിൻ്റെ സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ Z is equal to pi d ക്യൂബ് ഡിവൈഡഡ് ബൈ 32. ഇതാണ് സർക്കുലർ ഷാഫ്റ്റിൻ്റെ സെക്ഷൻ മോഡുലസ് കാണാനുള്ള ഇക്വേഷൻസ്. ഇതും നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് ഡെറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന
ഒരു ഇക്വേഷൻ ആണ്. സോ ബെൻഡിങ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു പൈ ഡി ക്യൂബ് ബൈ 32. അതിൽ നിന്ന് നമുക്ക് ബെൻഡിങ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു, അതായത് സിഗ്മ ഇസ് ഈക്വൽ ടു എം ബൈ പൈ ഡി ക്യൂബ് ബൈ 32. സോ ഈ 32നെ മുകളിലോട്ട് കൊണ്ടുവരാം. സോ ബെൻഡിങ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു 32 m by pi d cube. Question 1. ഇവിടെ നമുക്ക് കാണാൻ പറഞ്ഞാൽ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ആണ്. സോ സിഗ്മ മാക്സ്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ തന്നെ നമ്മൾ ഷിയർ സ്ട്രെസ്സിനും ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. കൺസിഡറിങ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത് നമ്മുടെ ടോർഷണൽ ഇക്വേഷനിൽ നിന്നാണ്. ടോർഷണൽ ഇക്വേഷനും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ്, ബൈ ഹാർട്ടായി പഠിക്കാൻ നോക്കുക. സോ ടോർഷണൽ ഇക്വേഷൻ ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ, അതായത് ടോർഷണൽ ടോ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഇതാണ് ടോർഷണൽ ഇക്വേഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ മാക്സിമം നോക്കുക. അതിൽ നിന്നും ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമ്മൾ ഈ വാല്യൂസും കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടും ഒരു ടോർക്കിൻ്റെ ഒരു ഇക്വേഷൻസ് ടി ഈക്വൽ ടു ടി ബൈ സെഡ് പി. സെഡ് പി ഈസ് ഈക്വൽ ടു പോളാർ സെക്ഷൻ മോഡുലസ്. അതായത് പോളാർ സെക്ഷൻ മോഡുലസ് കാണാനുള്ളത് എന്നാൽ ജെ ബൈ ആർ ചെയ്യുമ്പോഴാണ് പോളാർ സെക്ഷൻ മോഡുലസ് കിട്ടുന്നത്. സോ ഈ സെഡ് പി, അതായത് ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റിൻ്റെ പോളാർ സെക്ഷൻ മോഡുലസിൻ്റെ വാല്യൂ, ഇതൊക്കെ ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ഇതൊക്കെ മാക്സിമം ബൈ ഹാർട്ട് ആക്കാൻ പഠിക്കുക. അത് ഒരു സം ഇക്വേഷനിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഫൈനൽ ഇക്വേഷൻസ് കിട്ടുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് ഒന്നും ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻസ് പഠിച്ചു വെക്കാൻ നോക്കുക. സോ സോളിഡ് സർക്കുലർ ഷാഫ്റ്റിൻ്റെ പോളാർ സെക്ഷൻ മോഡുലസ് കാണാനുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ പൈ ഡി ക്യൂബ് ബൈ 16. ഇതാണ് സെഡ് പി വാല്യൂ കാണാനുള്ള ഇക്വേഷൻസ്. സെഡ് പി കിട്ടി. ആ സെഡ് പി കിട്ടുമ്പോൾ നമുക്ക് ടോർഷണൽ ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോമിൽ എഴുതാം. ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ബൈ പൈ ഡി ക്യൂബ് ബൈ 16. ഇതിൽ നിന്നും 16നെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ ടോസ് ഈക്വൽ ടു 16 ടി ബൈ പൈ ഡി ക്യൂബ്. ഇതാണ് ഇക്വേഷൻ 2. മാക്സിമം ഷിയർ സ്ട്രെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ ടോ മാക്സ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 ഈക്വൽ ടു 2, അതായത് ടോ മാക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ മാക്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഷിയർ സ്ട്രെസ്സസും മാക്സിമം ഈക്വൽ ആണ് എന്ന്. അപ്പോൾ സോ ഇസ് ഈക്വൽ ടു ടോ മാക്സ് ഈക്വൽ ടു സിഗ്മ മാക്സ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോ മാക്സ് 16 ടി ബൈ പൈ ഡി ക്യൂബ് is equal to 32 m by sigma max 32 m by pi d cube. Pi d cube കോമൺ ആണ്. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ റിമൈനിങ് 16 t by 32 m. ഇതിൽ നിന്നും m is equal to 16t by 32 to 1. So m is equal to t by 2. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതായത് m is equal to t by 2. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു റിലേഷനാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതായത് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു മാക്സിമം ഷിയർ സ്ട്രെസ് ആവുന്ന ടൈമിൽ അവിടെ മൊമെന്റ് ടോർക്കിന് ഹാഫ് ആണ്. വാല്യൂ ഓഫ് മൊമെന്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ടോർക്ക് ആണ് ഇവിടെ കിട്ടുന്ന റിലേഷൻസ്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ടി ഏതെല്ലാം രീതിയിലാണ് മൊമെന്റിനെ
ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ is equal to T, അതല്ലല്ലോ നമ്മൾ കണ്ടെത്തിയേ. ഓപ്ഷൻ ബി is equal to 2T, അതും അല്ല. ഓപ്ഷൻ സി is equal to T/2, ഇതാണ് നമ്മൾ ഫൈനലി ആൻസർ ആയിട്ട് കണ്ടെത്തിയത്. സോ ദ ഗിവൺ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി T/2. ഓക്കെ, ക്ലിയർഡ് അല്ലേ? ഒരു സർക്കുലർ സോളിഡ് ഷാഫ്റ്റിൻ്റെ എൻഡിൽ നമ്മളൊരു ഫ്ലൈ വീൽ അറ്റാച്ച് ചെയ്യുന്നു. ഈ ഫ്ലൈ വീൽ പറഞ്ഞാൽ റൊട്ടേഷൻ ആണ്, അതായത് ഒരു സ്റ്റേഷനറി അല്ല, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയെന്ന്. ആ റൊട്ടേറ്റിൻ്റെ എഫക്റ്റ് ആയിട്ട് നമുക്കൊരു ടോർക്ക്, അതായത് ഷാഫ്റ്റിൽ ഒരു റൊട്ടേഷണൽ എഫക്റ്റ് കൊണ്ട് ഒരു ടോർക്ക് ഫോം ചെയ്യുന്നു. ആ ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലൈ വീലിന് ഇറ്റ്സ് ഓൺ വെയിറ്റ് ഉണ്ട്, അത് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നു. ആ ഒരു വെയിറ്റിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റിൻ്റെ കാരണം കൊണ്ട് അവിടെ ഒരു ബെൻഡിങ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. ഈ ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഈക്വൽ ആവുന്ന ഒരു കേസസിൽ എമ്മും ടിയും എങ്ങനെയൊക്കെയാണ് റിലേറ്റ് ചെയ്യുന്നു എന്നതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് എയിം ചെയ്യുന്നത്. സോ നമ്മൾ ഫൈനലൈസ് ചെയ്ത് എല്ലാം ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കിട്ടി m is equal to T/2. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, ഫൈൻഡ് ദ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് ഓഫ് 100 mm diameter if the maximum shear stress induced to shaft is 16 Newton per mm square. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് ഇക്വേഷൻസ് നോക്കാം. ടോമാക്സ് is equal to T by polar section modulus ZP. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്തതാണ്. സോ വാല്യൂ ഓഫ് ടോമാക്സ് is equal to ടോമാക്സ് ഗിവൺ. ടോമാക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ടോമാക്സ് 16 Newton per mm square. പിന്നെ ഡയമീറ്റർ 100 mm എന്നും തന്നിട്ടുണ്ട്. സോ ZP, സോ ടോർക്ക് is equal to, ടോർക്കാണ് കണ്ടെത്തേണ്ടത്. ടോർക്ക് is equal to ZP into ടോമാക്സ്. ZP കാണാനുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. T is equal to ZP pi d cube by 16. Pi d cube by ZP ന്റെ വാല്യൂ pi d cube by 16 into ടോമാക്സ് 16 ന്യൂട്ടൺ പെർ mm സ്ക്വയേഴ്സ്. ഡീൻ്റെ വാല്യൂ 100 mm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോർക്ക് is equal to pi into 100 ക്യൂബ് ഡിവൈഡഡ് ബൈ 16 into 16. ഈ 16ഉം ഈ 16ഉം ക്യാൻസൽ ചെയ്ത് ഫൈനൽ ടോർക്ക് is equal to 314,159.2.6 ന്യൂട്ടൺ പെർ mm. അതായത് 314,159.2.6 ന്യൂട്ടൺ പെർ mm ആണ് ആൻസറായി കിട്ടിയത്. ബട്ട് ഓപ്ഷനിൽ നമുക്ക് ന്യൂട്ടൺ മീറ്ററിലാണ് ഓപ്ഷൻ കിടക്കുന്നത്. സോ അതിനെ ന്യൂട്ടൺ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഓപ്ഷനിൽ ന്യൂട്ടൺ മീറ്റർ, അതായത് 3 ഡെസിമൽസ് മാറിയിട്ട് 314,1.5 ന്യൂട്ടൺ meter. So the torque value of torque is equal to 3,141.5 Newton meter ആണ് ടോർക്കിൻ്റെ വാല്യൂ. സോ ഓപ്ഷൻ നോക്കാം. നമുക്ക് കിട്ടിയ ആൻസർ 3,141.0.5 approximately equal to 3,140 Newton meter. So the answer option A ആണ് 3,140 Newton meter. Option A is correct. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലാതെ വേറെ ഒരു ഇൻഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും ഒന്നുമല്ല. സോ സിമ്പിളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a closely coiled helical spring is subject to subject to an axial load, the deflection of the spring is directly proportional to.
അതായത് ക്ലോസ്ഡ് കോയിൽസിൻ്റെ സ്പ്രിങ് സബ്ജക്റ്റ് ടു ആക്സിയൽ ലോഡ്, ഒരു ക്ലോസ്ഡ് കോയിൽ ആക്സിയൽ ലോഡ് സബ്ജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പ്രിങ് എന്തിനൊക്കെയാണ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആകുന്നത് എന്നതാണ് പറയുന്നത്. സോ നമുക്ക് സ്പ്രിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സ്പ്രിങ്ങിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കോയിൽ സ്പ്രിങ് എന്നും ക്ലോസ്ഡ് കോയിൽ സ്പ്രിങ് എന്നും പറയുന്നുണ്ട്. ഓപ്പൺ കോയിൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഈ രീതിയിലായിരിക്കും. ക്ലോസ്ഡ് കോയിൽസ് പറഞ്ഞാൽ ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് ക്ലോസ്ഡ് കോയിൽ സ്പ്രിങ് എന്ന് പറയുന്നത്. സോ ഓപ്പൺ കോയിൽ സ്പ്രിങ്ങും ക്ലോസ്ഡ് കോയിൽ സ്പ്രിങ്സും, ഓപ്പൺ കോയിൽ സ്പ്രിങ്ങിനെ നമ്മൾ ബെൻഡിങ് സ്പ്രിങ് എന്നും ക്ലോസ്ഡ് കോയിലിനെ നമ്മൾ ടോർഷണൽ സ്പ്രിങ് എന്നായിട്ടാണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് പറയുന്നത് ക്ലോസ്ഡ് കോയിൽ സ്പ്രിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ ക്ലോസ്ഡ് കോയിൽ സ്പ്രിങ്ങിലെ ഡിഫ്ലക്ഷൻ കാണാനുള്ള ഇക്വേഷൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 64 P R Q N divided by GD raised to 4. അപ്പോൾ ടേം എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് ഒരു ക്ലോസ്ഡ് കോയിൽ വരക്കാം. ക്ലോസ്ഡ് കോയിൽ സ്പ്രിങ് എൻലാർജ് ചെയ്ത് വരക്കുകയാണെങ്കിൽ ഇവിടെ ആക്സിയൽ ലോഡ് P, ദിസ് ഇസ് P, ഇത് ഇതിൻ്റെ സെൻറ്റർ. ഈ സെൻറ്റർ തൊട്ട് ഇതിൻ്റെ ഔട്ടർ എഡ്ജ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ R ആയിട്ടാണ്, അതായത് മീൻ റേഡിയസ് ഓഫ് ദ സ്പ്രിങ്സ്. പിന്നെ ഒരു കോയിലിൻ്റെ ഡയമീറ്ററിനെ നമ്മൾ D ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെയിൻലി ഒരു ക്ലോസ്ഡ് കോയിൽ സ്പ്രിങ്സിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻസ്. ഇതിന് വെച്ചിട്ട് നമ്മൾ ഡിഫ്ലക്ഷൻ്റെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ P is equal to axial load. Then R is equal to mean radius of the ring, and N is equal to number of turns. Then G is equal to modulus of rigidity. Then D is equal to diameter of the wire. സ്പ്രിങ്ങിൻ്റെ ഒരു വയറിൻ്റെ ഡയമീറ്റർ നമ്മൾ D ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം. D എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. D ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആക്സിയൽ ലോഡ്. ഡെൽറ്റ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മീൻ റേഡിയസ്, അതായത് മീൻ റേഡിയസിൻ്റെ തേർഡ് പവറിന് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. ദെൻ നമ്പർ ഓഫ് ടേണിന് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഡെൽറ്റ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേണിങ്സ്. ദെൻ delta is inversely proportional to modulus of rigidity, and delta is inversely proportional to diameter of the fourth power of diameter of the coil. So ഇതാണ് നമ്മളുടെ ഡെൽറ്റനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആക്സിയൽ ലോഡ്, മീൻ റേഡിയസ്, ദെൻ നമ്പർ ഓഫ് ടേൺസ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി, ഡയമീറ്റർ ഓഫ് ദ റിങ്സ്, ഡയമീറ്റർ ഓഫ് ദ വയേഴ്സ്. സോ ഇതാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മോഡുലസ് ഓഫ് റിജിഡ് ഓഫ് ദ സ്പ്രിങ് ഇസ് ഡയറക്ട്ലി അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഡയമീറ്റർ ഓഫ് ദ സ്പ്രിങ് ഓഫ് ദ വയറിൻ്റെ ഡയമീറ്റർ ഓഫ് ദ സ്പ്രിങ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അത് മീൻ ഡയമീറ്റർ ഓഫ് ദ സ്പ്രിങ് റേഡിയസിൻ്റെ തേർഡ് പവറിന് ഡയറക്റ്റിലാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്പർ ഓഫ് ദ ടേൺ ഓഫ് ദ സ്പ്രിങ്സ്. സോ ദ ഓപ്ഷനിൽ D ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്പർ ഓഫ് ടേൺസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിങ്സ്. സോ ഓപ്ഷൻ D ഈസ് കറക്റ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻസ്, പാരാമീറ്റേഴ്സ്, അത് എങ്ങനെയൊക്കെയാണ് ഡിഫ്ലക്ഷനെ റിലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രോ. സോ ക്ലിയർ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The deflection at the free end of a cantilever beam of length L carry a concentrated load W at its length at mid length is.
ഇത് പറഞ്ഞാൽ ഒരു ബീമിൽ പോയിന്റ് ലോഡ് സെൻട്രൽ ആക്ട് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ്. ക്യാൻലിവർ ബീംസിന്റെ കേസിൽ മിഡിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടെത്താൻ പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ഫിഗറിലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇതൊരു ക്യാൻലിവർ ബീം സ്പാൻ എൽ ക്യാൻലിവർ ബീംസ് അതിൻ്റെ മിഡ് പോർഷനിലായിട്ട് ഒരു യൂണിറ്റ് ലോഡ് കോൺസെൻട്രേറ്റഡ് ലോഡ് W ആക്ട് ചെയ്യുന്നത്, അതായത് L/2 ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതൊരു പാരാബോളിക് ഇൻ നേച്ചർ. അപ് ടു ഈ ലോഡ് വരെ അതൊരു പാരാബോളിക് ഇൻ നേച്ചർ, പിന്നെ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മാറാം. ഇതാണ് ഡിഫ്ലക്ഷൻ്റെ പാറ്റേൺ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇത്രത്തോളം ഒരു ബീം ഡിഫ്ലക്ഷൻ ഈ വേരിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് മൈന്യൂട്ട് വേരിയേഷൻസ് ആണ്, അല്ലാതെ ഇത്രയും ഡിസ്റ്റൻസിൽ ഡിഫ്ലക്ട് ചെയ്തു എന്നുള്ളൊരു ഓപ്ഷൻ എന്നല്ല, മൈന്യൂട്ട് വേരിയേഷൻസ് ആണ്. സോ ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ വരും, ആ ഡിഫ്ലക്ഷൻ കറസ്പോണ്ടിങ് നമ്മൾ ഫ്രീ എൻഡിലും ഉണ്ടാവും Δ1. സോ ഇത് റിമൈനിങ് Δ2. പോയിന്റ് ലോഡിന് നേരെ താഴെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും Δ1. അതായിട്ട് ഫ്രീ എൻഡ് വരെ എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുണ്ട് Δ1. പിന്നെ ഇത് വെറും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യില്ല, ബീമിന് വീണ്ടും ഒരു പൊസിഷൻ അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വേരി ചെയ്തിട്ട് അത് Δ2 ഡിഫ്ലക്ഷൻ. പിന്നെ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ സ്ലോപ്പ്, അതായത് ഈ ഡിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ ലോഡിൻ്റെ താഴെ ഒരു സ്ലോപ്പ് തീറ്റ ഉണ്ടാവും. അപ്പോൾ θB. അപ്പോൾ ഈ ഒരു ഡിഫ്ലക്ഷൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു ആംഗിൾ സ്ലോപ്പിൻ്റെ ഒരു ഡിഫ്ലക്ഷനും കാരണമാവുന്നുണ്ട്. സോ ക്യാൻലിവർ ബീമിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന കേസിലുള്ള ഡിഫ്ലക്ഷൻ കാണാനുള്ള ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. Δ1 = WL² ഡിവൈഡഡ് ബൈ 3EI. നമ്മൾ ഈ ഒരു പോർഷനെ മാത്രം കൺസിഡർ ചെയ്യുക, ഈ ഒരു പോർഷൻ ശ്രദ്ധിക്കാതെ ഈ ഒരു പോയിന്റ്സ് മാത്രമാണെങ്കിൽ ഇതൊരു ഫ്രീ എൻഡ് ആണ്. സോ ഈ ഒരു പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ആണ് WL² 3EI. സോ ഇവിടുത്തെ എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ L/2 എന്നാണ്. സോ വാല്യൂ L/2 എന്നാണ്. സോ Δ1 ലോഡിന് താഴെയുള്ള കറസ്പോണ്ടിങ് Δ1 കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ WL³ ഡിവൈഡഡ് ബൈ 3EI. ബട്ട് ഇവിടെ നമ്മൾ എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ L/2 എന്നാണ്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W × L/2 3 ഡിവൈഡഡ് ബൈ 3EI ചെയ്യുമ്പോൾ Δ1 W × L³ ഡിവൈഡഡ് ബൈ ഇവിടെ 8 എന്ന് കിട്ടും. 8 × 3 24 EI. സോ Δ1 = WL³ ഡിവൈഡ് ബൈ 24 EI. ഇതാണ് നമ്മൾ ഈ ഒരു പോയിന്റ്സിലുള്ള ഡിഫ്ലക്ഷൻ. അത് സെയിം ഇവിടെ റെക്ടാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ അതേ പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. പിന്നെയുള്ള നെക്സ്റ്റ് Δ2 പറഞ്ഞാൽ ഒരു θB സ്ലോപ്പിൽ എഫക്റ്റ് കൊണ്ട് കിട്ടുന്ന ഒരു ഡിഫ്ലക്ഷനാണ് ഈ Δ2. ആ Δ2ൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ tan θB, that means B points A, B, C, deflection at C. So tan θB is equal to opposite side Δ2 divided by length, ഈ ഒരു ലെങ്ത് L/2. ബട്ട് ഈ θBൻ്റെ വാല്യൂസ് ആണ് വെരി സ്മോൾ ആണ്, മൈന്യൂട്ട് വാല്യൂ ആയതുകൊണ്ട് tan θB is equal to approximately equal to θB. So equation become θB is equal to Δ2 divided by Δ2 divided by L/2. അതിൽ നിന്നും Δ2 is equal to L/2 into θB. കാൻലിവർ ബീമിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോഴുള്ള സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. WL²
2EI. Delta 2 theta b ന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് WL²/2EI. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലിൻ്റെ സ്ഥാനത്ത് നമ്മൾ WL/2 കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ 2 is equal to W into L/2 all square into 1/2 by EI, 2EI. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് WL³ divided by 16EI ഡെൽറ്റ 2. അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. സോ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെൽറ്റ അറ്റ് സി. ഡിഫ്ലക്ഷൻ അറ്റ് സി എൻഡിൽ രണ്ടിൻ്റെയും ആഡ് സമ്മേഷൻ. സോ ടോട്ടൽ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് ഡെൽറ്റ സി is equal to ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ WL³ divided by 24EI plus WL³ divided by 16EI ഡെൽറ്റ സി ചെയ്തു വരുമ്പോൾ ഇക്വേഷൻസ് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 5WL³ divided by 48EI. ഇതാണ് ടോട്ടൽ ഡിഫ്ലക്ഷൻ അറ്റ് സി. സോ അതിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞാൽ ഈ ഒരു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡെൽറ്റ സി is equal to ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 രണ്ടിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് 5WL³ divided by 48EI. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷനിൽ WL² 16EI ഇതല്ല നമുക്ക് ആൻസർ കിട്ടിയത്. WL³ 24EI ഇതുമല്ല. ഓപ്ഷൻ സി 5WL²/48EI ഇത് 5WL³ divided by 48EI എന്നാണ്. സോ ദ ആൻസർ ഈസ് 5WL³/48EI. ഓക്കെ. അപ്പോൾ ഒരു ക്യാൻലിവർ ബീമിൽ സെൻട്രൽ പോയിന്റിലൂടെ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ആണ് 5WL³/48EI. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cylindrical pressure vessel 2000 mm internal diameter and 20 mm wall thickness has an internal pressure of 1 Newton per mm squares. Then the hoop stress develops is. ഒരു സിലിണ്ടറിക്കൽ വെസലിൻ്റെ ഇന്റേണൽ ഡയമീറ്റർ 2000 mm ആൻഡ് ദെൻ ദ വാൾ തിക്നെസ് ആണ് 20 mm ആൻഡ് ഇന്റേണൽ പ്രഷർ 1 Newton per mm സ്ക്വയേഴ്സ്. നമുക്കറിയാം തിൻ സിലിണ്ടേഴ്സും ഉണ്ട്, തിക്ക് സിലിണ്ടേഴ്സ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദ തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സിലിണ്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തിൻ സിലിണ്ടർ ആൻഡ് തിക്ക് സിലിണ്ടർ. അപ്പോൾ തിൻ സിലിണ്ടറിൻ്റെ കേസസിൽ പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ വാൾ ഈസ് ലെസ് ദാൻ diameter of inner diameter to inner diameter 15/2 to d by 20. ഇതാണ് thickness of thin cylinderന്റെ കേസസിൽ. ഇങ്ങനെ കേസ് ആവുമ്പോൾ തിൻ സിലിണ്ടർ അതിൻ്റെ അതർവൈസ് ഇത് തിക്നെസ് ഈസ് ഗ്രേറ്റർ ദാൻ ഇസ് വാല്യൂ ആണെങ്കിൽ തിക്ക് സിലിണ്ടർ. ഇവിടെ നമുക്ക് തിക്ക് സിലിണ്ടർ ആണ് തന്നിട്ടുള്ളത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് തിൻ സിലിണ്ടർ തന്നെയാണ്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2000 divided by 15, 2000 divided by 20, 100 to 133.3 to 100. സോ നമ്മുടെ തിക്നെസ് പറഞ്ഞാൽ 20 mm ആണ്. ഇതിന് താഴെയാണ് തിക്നെസ്. സോ ഇറ്റ് ഈസ് തിൻ സിലിണ്ടർ. അപ്പോൾ തിൻ സിലിണ്ടർ എന്ന് പറഞ്ഞു.
സിലിണ്ടറിൽ മെയിൻലി രണ്ട് പ്രഷേഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഹൂപ്പ് സ്ട്രെസ്സസും ഒന്ന് ലോങ്ഷൂഡൽ സ്ട്രെസ്സസും ആണ് പറയുന്നത്. ഈ ഹൂപ്പ് സ്ട്രെസ്സസ് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പെന്നിനെ ഒരു സിലിണ്ടറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഒരു ഫേസ് ക്രോസ് സെക്ഷണൽ ഫേസിൽ ലോങ്ഷൂഡൽ ഡയറക്ഷനിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സിനെ നമ്മൾ ലോങ്ഷൂഡൽ പ്രഷർ എന്നും ലോങ്ഷൂഡൽ സ്ട്രെസ് എന്നും, ഇതിനെ നമ്മളൊരു ലെങ്ത് വൈസിൽ കട്ട് ചെയ്തു, ഇതൊരു സിലിണ്ടറാണ്, ഇതിനെ ലെങ്ത് വൈസിൽ കട്ട് ചെയ്ത് രണ്ട് പോർഷനായിട്ട് നമുക്ക് എടുക്കാം. ആ ഒരു രണ്ട് പോർഷനായിട്ട് ഈ സിലിണ്ടറിൻ്റെ ഈ ഒരു ഏരിയയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ നമ്മൾ ഹൂപ്പ് സ്ട്രെസ് ആണ് പറയുന്നത്. അതൊരു ഫിഗർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് സിലിണ്ടറാണ്, തിൻ സിലിണ്ടർ ലെങ്ത് വൈസ്. ഇത് നമ്മൾ ഈ വൈസ് കട്ട് ചെയ്താൽ പിന്നെ ഇതിൽ ഇതാണ് സിലിണ്ടർ. ഈ ഒരു ഫേസസിൽ ആക്ട് ചെയ്യുന്ന ലോങ്ഷൂഡൽ ഡയറക്ഷനിൽ ഈ ഒരു ഫേസസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസിനെ നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനൊരു ഫേസ് ഉണ്ടാവും, ഇത് ഈ ഫേസസിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫേസസ് ഉണ്ടാവും, ഇതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസിനെ നമ്മൾ ഹൂപ്പ് സ്ട്രെസ്സും എന്നാണ് പറയുന്നത്. സോ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹൂപ്പ് സ്ട്രെസ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഹൂപ്പ് സ്ട്രെസ് ഡെവലപ്ഡ്. അപ്പോൾ തിൻ സിലിണ്ടറിലെ ഹൂപ്പ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ തിൻ സിലിണ്ടറിലെ ഹൂപ്പ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് സിഗ്മ H is equal to P/2T. ആക്സിയൽ ലോഡ് 1 Nm/mm² നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ഇൻറ്റു ഇന്റേണൽ റേഡിയസ് 2000 mm, 2000 divided by 2 into 20. 50 Nm/mm². ഹൂപ്പ് സ്ട്രെസ് is equal to 50 Nm/mm² എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ 100 Nm/mm², ഓപ്ഷൻ ബി 1 Nm/mm², ഓപ്ഷൻ സി 200 Nm/mm², and ഓപ്ഷൻ ഡി 50 Nm/mm². കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഈസ് 50 Nm/mm². അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? തിൻ സിലിണ്ടറും തിക് സിലിണ്ടറും, അത് തിൻ സിലിണ്ടർ ആവാനുള്ള കാരണം തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആ തിക്നെസ്സിൻ്റെ റേഞ്ച് ഇത് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്ത് ഏത് ടൈപ്പ് സിലിണ്ടറാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഹൂപ്പ് സ്ട്രെസ്സും ലോങ്ഷൂഡൽ സ്ട്രെസ്സും അതിൽ ഹൂപ്പ് സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻസ് പറഞ്ഞു ഫൈനലൈസ് ചെയ്തു. സോ ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ തിൻ സിലിണ്ടർ ഓഫ് തിക്നെസ് T and internal radius R is subject to a pressure P on the internal surface. What is the changing radius of the cylinder? Mu is the Poisson's ratio and E is the modulus of elasticity. നമ്മൾ മുന്നേ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഒരു സിലിണ്ടറിൽ മെയിൻലി രണ്ട് പ്രഷറാണ് ആക്ട് ചെയ്യുന്നത്, ഹൂപ്പ് സ്ട്രെസ്സും ആൻഡ് ലോങ്ങിറ്റ്യൂഡൽ സ്ട്രെസ്സും ആണ്. സോ ഈ ഇന്റേണൽ നമ്മൾ റേഡിയസിന് ചേഞ്ചിങ് റേഡിയസിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഏത് സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റേഡിയസിന് കാര്യമായിട്ട് വേരിയേഷൻസ് വരിക, അതായത് റേഡിയസിന് വേരിയേഷൻ വരാനുള്ള സ്ട്രെസ് ഏതാണെന്ന് ഫസ്റ്റ് പറയാം. അപ്പം നമ്മളൊരു സിലിണ്ടറിനെ നമ്മൾ ലോങ്ഷൂഡലായിട്ട് വലിച്ചു, അതാണ് ലോങ്ഷൂഡൽ സ്ട്രെസ് എന്ന് പറഞ്ഞ് ലോങ്ഷൂഡായിട്ട് വലിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് വൈസിനാണ് മോർ ഇമ്പോർട്ടൻസ്, അതായത് ലെങ്ത് കൂടും കുറയലിനാണ് മോർ ഇമ്പോർട്ടൻസ്, അത് ലെങ്ത് വൈസിലാണ് അതിന് ചേഞ്ചസ് വരിക. അപ്പോൾ അതിന് വലിയും തോറും ഇതിൻ്റെ ഡയമീറ്റർ ജസ്റ്റ് ചെറിയ കമ്പയർഡ് ടു ഇത് മൈന്യൂട്ട് വേരിയേഷൻസ് ആകും. ബട്ട് ഇത് നമ്മളെ ഹൂപ്പ് സ്ട്രെസ്, അതായത് ഈ ഒരു സിലിണ്ടറിൽ നമ്മൾ കംപ്ലീറ്റ് ഗ്യാസ് ഫില്ല് ചെയ്ത് ഒരു ഭയങ്കര ഫില്ലിംഗ് ഫോമിൽ, അതായത് അതിങ്ങനെ പൊട്ട ഒരു ഡൈവേർജ് ചെയ്തൊരു പ്രഷറായിട്ട് നിൽക്കും. അതിൻ്റെ ഒരു സ്കീമാറ്റിക് പറയുമ്പോൾ ഇതാണ്. അതായത് ഭയങ്കര ഹൈ പ്രഷർ ആക്ട് ചെയ്യുക, ഗ്യാസസ് ഹൈ പ്രഷർ ആകുമ്പോൾ ഇതിന് ഇങ്ങനൊരു ടെൻഡൻസി ഇതാവും, ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകാനുള്ളൊരു ടെൻഡൻസി. അതായത് റേഡിയസിൽ ചേഞ്ചസ് വരുന്നത് ഈ ഒരു സ്ട്രെസ്സസിലാണ്, ഹൂപ്പ് സ്ട്രെസ്സസിലാണ്. റേഡിയസിൽ ചേഞ്ചസ് വരുന്നത് ഹൂപ്പ് സ്ട്രെസ്സസിലാണ്. സോ നമ്മൾ ഹൂപ്പ് സ്ട്രെയിൻ ആണ്, റേഡിയസിൻ്റെ ചേഞ്ചിങ് വേരിയേഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ നമ്മൾ കൺസിഡർ ചെയ്തത് ഹൂപ്പ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു, ഹൂപ്പ് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ
ഇവിടെ കേസസിൽ റേഡിയസിന് മെയിൻലി ചേഞ്ചസ് നടക്കുന്ന ഹൂപ്പ് സ്ട്രെസ് കാരണമാണ്. ബട്ട് ലോങ്ച്യൂഡിനൽ സ്ട്രെസ് ചെയ്യുമ്പോഴും അതിന് ഡയമീറ്ററിൽ ചേഞ്ചസ് ഉണ്ട്. പക്ഷെ അത് കുറേ ചെയ്യുന്നത് നമ്മളൊരു സിലിണ്ടറിനെ ഈ രീതി വലിക്കുമ്പോഴും ഈ രീതി പ്രഷറൈസ് ചെയ്യുമ്പോഴും ഇതിന് ലെങ്ത് വൈസിലാണ് ചേഞ്ചസ് വരുന്നത്, ഇതിനോ ഡയമീറ്റർ വൈസിലാണ് ചേഞ്ചസ്. ഇതാണ് ഹൂപ്പ് സ്ട്രെസ്, ഇത് ലോങ്ച്യൂഡിനൽ സ്ട്രെസ്. ബട്ട് ഈ രീതിയിൽ വലിക്കുമ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ, ഇപ്പോൾ ഇത് കൺസിഡർ ചെയ്ത് ഈ ഒരു സ്ട്രെസ്സാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് വലിക്കുമ്പോൾ ഡയമീറ്ററിൽ ചെറിയ ചേഞ്ച് വരും. ഡയമീറ്റർ കുറഞ്ഞ് ലെങ്ത് കൂടുകയാണ് ആ ഒരു കണ്ടീഷനിൽ. അതായത് ഒരു ലോഡിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് അതിന് നമ്മൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയും. ലൈൻ അലോങ് ആയിട്ടുള്ള സ്ട്രെയിൻ നമ്മൾ ലോങ്ച്യൂഡിനൽ സ്ട്രെയിൻ എന്നും അതിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയും. സോ ഈ കേസസിൽ നമുക്ക് ഹൂപ്പ് സ്ട്രെസ്സും ലോങ്ച്യൂഡിനൽ സ്ട്രെസ്സും അപ്ലൈ ചെയ്തിട്ട് റേഡിയസിൽ ഉണ്ടാകുന്ന നെറ്റ് എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഹൂപ്പ് സ്ട്രെസ് കാരണം കൂടുതലും പിന്നെ ലോങ്ച്യൂഡിനൽ സ്ട്രെസ് കാരണം കുറയിലും ഉണ്ട്. അതിൻ്റെ ഒരു നെറ്റ് എഫക്റ്റ് എത്രത്തോളമാണ് റേഡിയസ് വേരിയേഷൻ വന്നിട്ടുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് ഹൂപ്പ് സ്ട്രെസ്. ഹൂപ്പ് സ്ട്രെയിൻ ഹൂപ്പ് സ്ട്രെസ് കാരണമുള്ള സ്ട്രെയിൻ സിഗ്മ എച്ച് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് മൈനസ് മ്യൂ. അതായത് ലോങ്ച്യൂഡിനൽ സ്ട്രെസ് കാരണമുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും മൈന്യൂട്ടാണ്. സോ സിഗ്മ എൽ ഡിവൈഡഡ് ബൈ ഇ. ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഹൂപ്പ് സ്ട്രെസ് കാരണം റേഡിയസിന് ഇൻക്രീസ് ആണ് നടക്കുന്നത്, ബട്ട് ലോങ്ച്യൂഡിനൽ സ്ട്രെസ് കാരണം റേഡിയസിന് ഡിക്രീസ് ആണ് നടക്കുന്നത്. സോ ഈ സൈൻ ഈസ് നെഗറ്റീവ് ആണ്. ഈ വാല്യൂസിൽ നമ്മൾ സിഗ്മ എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ എച്ച് is equal to PD by 2T. അതുപോലെ തന്നെ സിഗ്മ എൽ is equal to PD by 4T. ബട്ട് ഇവിടെ നമുക്ക് വേണ്ടത് ഇൻ ടേംസ് ഓഫ് റേഡിയസ് ആണ്. റേഡിയസിൻ്റെ ടേംസിലാണ് ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത്. സോ റേഡിയസ് പറഞ്ഞാൽ D is equal to 2R. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P into 2R divided by 2T. അതുപോലെ തന്നെ P into 2R divided by 4T. 2 cancel 2 cancel. So PR by T is equal to PR divided by 2T. ഇതാണ് സ്ട്രെസ്സസ്. അത് നമ്മൾ ഇക്വേഷൻ 1 ആക്കി കൊടുക്കാം. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ implies ഹൂപ്പ് സ്ട്രെയിൻ is equal to PR by T minus mu into PR by 2TE. ഇതിൽ PR by TE കോൺസ്റ്റൻ്റ് ആണ്. പുറത്ത് കൊടുക്കുമ്പോൾ PR by TE is equal to 1 minus mu by 2. Is equal to PR by T 2 minus mu by 2. So PR by 2T is equal to 2 minus mu. So ഇതിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു. വാട്ട് ഈസ് എപ്സിലോൺ എച്ച് ഹൂപ്പ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് റേഡിയസ് ഡിവൈഡ് ബൈ ഒറിജിനൽ റേഡിയസ് എന്നാണ് ഹൂപ്പ് സ്ട്രെയിൻ്റെ ഇക്വേഷൻസ്. സോ ചേഞ്ചിങ് റേഡിയസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഡെൽറ്റ ആർ ബൈ ആർ എന്ന് എഴുതാം. എപ്സിലോൺ എച്ചിനെ നമുക്ക് ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു പി ആർ ബൈ 2TE ഇൻറ്റു 2 മൈനസ് മ്യൂ. സോ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു പി ആർ സ്ക്വയർ 2TE ഇൻറ്റു 2 മൈനസ് മ്യൂ. ഇതാണ് നമുക്ക് ഫൈനൽ കിട്ടിയൊരു ഇക്വേഷൻസ് ഫോർമാറ്റ്. അപ്പോൾ ഓപ്ഷനിലോട്ട് നോക്കാം.
ഓപ്ഷൻ PR square തെറ്റ്, ഇതും റോങ്. നമുക്ക് കിട്ടിയ ആൻസർ ഈസ് PR square into 2 minus mu by 2ET. ഇതല്ലേ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. സോ ഓപ്ഷൻ C ഈസ് കറക്റ്റ്. ഇതാണ് ചേഞ്ചിങ് റേഡിയസ്. ഒരു സിലിണ്ടറിൽ ഹൂപ്പ് സ്ട്രെസ്സും ലോങ്സ്റ്റോണിൻ്റെ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള റേഡിയസിൻ്റെ നെറ്റ് എഫക്റ്റ്, അതായത് റേഡിയസിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ PR square into 2 minus mu divided by 2ET. സോ ഓപ്ഷൻ C ഈസ് കറക്റ്റ്. ഇക്വേഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി, കോൺസെപ്റ്റ് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോളം വിത്ത് വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ, capable to carry safe load P. The same column when the both ends are hinged can safely carry the maximum load of. അതായത് ഒരു കോളത്തിൻ്റെ എൻ കണ്ടീഷനിൽ മാറ്റം വരുത്തിയിട്ട് അതിലുണ്ടാകുന്ന ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ കോളം കാണാനാണ് പറയുന്നത്. സോ ഫസ്റ്റ് കോളത്തിൻ്റെ കേസസ് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ കോളം 1, ദെൻ കോളം 2. സോ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ബോത്ത് എൻഡ് വൺ എൻഡ് ഫിക്സ്ഡ്, അതർ ഫ്രീ. സോ L എഫക്റ്റീവ് ലെങ്ത് വൺ എൻഡ് ഫിക്സ്ഡ് അതറിൽ ഫ്രീ ആണെങ്കിൽ L എഫക്റ്റീവ് ഈക്വൽ ടു 2L. മറ്റ് സെക്കൻഡ് കേസ് പറഞ്ഞാൽ രണ്ട് എൻഡ് ബോത്ത് എൻഡ് 2 ends ആർ ഹിഞ്ച്ഡ്. ഈ ഒരു കേസിൽ L എഫക്റ്റീവ് ഈക്വൽ ടു L. ഇതാണ് കോളം കണ്ടീഷൻസ്. P is equal to pi square EI divided by L square. ഇതാണ് ഒരു കോളത്തിൻ്റെ ജനറൽ ഇക്വേഷൻസ്. L സ്ക്വയർ അല്ല, L എഫക്റ്റീവ് സ്ക്വയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് കേസസിൽ ഈ Pൻ്റെ വാല്യൂ P1 is equal to, അതായത് ഒരു എൻഡ് ഫ്രീയും മറ്റേ എൻഡ് ഫിക്സ്ഡുള്ള കേസ് പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ L എഫക്റ്റീവ് സ്ക്വയർ നമ്മൾ കണ്ടു 2L. സോ 2L സ്ക്വയർ. സെക്കൻഡ് കേസ് P2 is equal to pi square EI divided by L പറഞ്ഞാൽ L effective is equal to L square. So taking equation 1, equation 2. Equation 1 by 2 ഇത് P1 by P2 ചെയ്യുമ്പോൾ പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ 2L ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ L സ്ക്വയർ. ഇതും ക്യാൻസൽ ചെയ്തു. റിമൈനിങ് L സ്ക്വയർ ഡിവൈഡ് ബൈ 2ൻ്റെ സ്ക്വയർ 4L സ്ക്വയർ ക്യാൻസൽ ചെയ്തു 1/4. So P1 by P2 is equal to 1/4. So P2 is equal to 4P1. P2 is equal to 4P1. അതായത് ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് കണ്ടീഷനിൽ ലോഡ് P2. അതെന്ന് പറഞ്ഞാൽ വൺ എൻഡ് ഫിക്സ്ഡും അതർ എൻഡ് ഹിഞ്ച്ഡ് ആയുള്ള കേസസ് ലോഡിനെ P ആണെങ്കിൽ P2 is equal to 4P. അതായത് ഇതിൻ്റെ 4 times ഗ്രേറ്റർ വാല്യൂ ആണ് നമ്മൾ രണ്ട് എൻഡ് ഹിഞ്ച്ഡ് ആയ കേസസിൽ ക്യാരിയിങ് കപ്പാസിറ്റി. അതായത് ഈ ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആയ കേസസിലുള്ള ലോഡ് ക്യാരി കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 4 times ഓഫ് വൺ എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഫ്രീ ഉള്ള കേസസിൽ ഉണ്ടാകുന്ന ലോഡ്. സോ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ഓപ്ഷൻ എ 2B, ഓപ്ഷൻ ബി 4P.
So the answer is option B, 4P. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കോളം കണ്ടീഷൻസ് ആണ്. എൻ കണ്ടീഷൻസ് രണ്ട് എൻഡ് ഫിക്സ്ഡ് ആയ കേസസ് ഉണ്ടാവും. അതായത് രണ്ട് എൻഡ് ഫിക്സ്ഡ് ആകുമ്പോൾ എൽ എഫക്റ്റീവിൻ്റെ വാല്യൂസ്, രണ്ട് എൻഡ് ഹിഞ്ച്ഡ് ആകുമ്പോൾ എൽ എഫക്റ്റീവിൻ്റെ വാല്യൂസ്, വൺ എൻഡ് ഫിക്സ്ഡ് അതിൻ്റെ ഫ്രീസ്, എൽ എഫക്റ്റീവ് വാല്യൂസ്, ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഓരോ വാല്യൂസ് ആണ്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ വരാം. അതിനൊക്കെ അനുസരിച്ച് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും. സോ ആ ടൈമിലൊക്കെ നമ്മൾ അത് ബൈ ഹാർട്ടായിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A column hinged at both ends having unsupported length of 3 meter, section modulus of area Ixx and Iyy is equal to 120 cm raised to 4, and the area of the cross section 30 cm square. Then the slenderness ratio of the column is equal to. വീണ്ടും കോളത്തിന്റെ അണ്ടറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് ദ കോളം, slenderness ratio equal to L effective divided by R minimum. ഇതാണ് സ്ലെൻഡർനെസ് റേഷ്യോന്റെ ബേസിക് ഇക്വേഷൻസ്. സോ എൽ എഫക്റ്റീവ് is equal to രണ്ട് എൻഡ് ഹിഞ്ച്ഡ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആണ്. സോ എൽ എഫക്റ്റീവ് is equal to L, that's equal to 3 meter, convert ചെയ്യുക 3000 mm. സോറി 3000 സെൻറ്റിമീറ്ററിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ബാക്കിയൊക്കെ. സോ 300 cm. സോ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് R minimum. R minimum is equal to root of I by I minimum by area. ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ഐ വാല്യൂസ് തന്നിട്ടുണ്ട്. ഏരിയ Ix 400 cm raised to 4, Iyy 120 cm raised to 4. ഈ ഒരു ഇക്വേഷനിൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഐ മിനിമം ആണ്. മിനിമം വാല്യൂ ഓഫ് ഐ ആണ് ചൂസ് ചെയ്യുന്നത്. സോ Iyy നമ്മൾ ചൂസ് ചെയ്യാം. Iyy ആണ് 120 cm raised to 4, then area 30 cm square. So value substitute ചെയ്യുമ്പോൾ root of 120 divided by 30, 4 is equal to root 4 is equal to 2 cm. Answer is 2 centimeter. So slenderness ratio is equal to slenderness ratio equal to 300 divided by 2 is equal to 150. Slenderness ratio 150, അതായത് L effective divided by R minimum. R minimumത്തിന്റെ വാല്യൂ കിട്ടുന്നത് root of I minimum divided by area 150 എന്നാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഈസ് 150. ഇതന്നെയല്ല നമുക്ക് താഴെ കിട്ടിയ ആൻസർ. ഓപ്ഷൻ എ 150 ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 150. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതും തന്നെ ഇമ്പോർട്ടൻസ് ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലുള്ള ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി ഈസ് ടേംഡ് ആസ്. ഒരു ബോഡി എത്രത്തോളം സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നു ആ ഒരു ടേമിന് പറയുന്ന പേരെന്താണ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ റെസിലിയൻസ്, ഓപ്ഷൻ ബി മോഡുലസ് ഓഫ് റെസിലിയൻസ്, ഓപ്ഷൻ സി പ്രൂഫ് റെസിലിയൻസ് ആൻഡ് ദെൻ ഡി ഹീറ്റ് എനർജി. ഈ ഒരു ടേംസിന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ വഴി ഇതിലോട്ട് വെത്താം. ഫസ്റ്റ് നമ്മൾ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്തു. ആ മെറ്റീരിയലിൽ മാക്സിമം വരുന്ന ഡീവിയേഷൻ, അതായത് എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 5 ഡിവിഷൻ വരെയാണ്. ആ എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ആ 5 ഡിവിഷൻസ് വരെ ഡിവൈഡ് ചെയ്ത് അതിന് ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് എത്തുമെന്നാണ്. ആഫ്റ്റർ 5 ഡിവിഷൻ മുകളിൽ നമ്മളൊരു ഇലോങ്ങേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് എത്താതെ വരിക, അതായത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ലോസ് ആവണ ആ ഒരു കേസാണ്. സോ നമ്മൾ ഫസ്റ്റ് ആ ഒരു മെറ്റീരിയലിന് ഒരു 2 ഡിവിഷൻ ഇലോങ്ങേഷൻ കൊടുത്തു. ആ കൊടുക്കുന്ന സമയത്ത് അതൊരു എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഒരു മെറ്റീരിയൽ ഒറിജിനൽ പൊസിഷനിലോട്ട് തിരിച്ച് റീഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്യുന്ന എനർജിനെ നമ്മൾ പറയുന്ന പേരാണ് റെസിലിയൻസ്.
റെസിലിയൻസ്. വീണ്ടും നമ്മൾ ആ ഒരു മെറ്റീരിയലിന് ഒരു 4 ഡിവിഷൻസ് ഇലോങ്ങേഷൻ കൊടുത്തു. വീണ്ടും അവിടെ ഒരു സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്ത് ഇലോങ്ങേഷൻ കൊടുക്കുന്ന സമയത്ത് അതൊരു എനർജി സ്റ്റോർ ചെയ്യുന്നു, സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ റിമൂവ് നമ്മൾ ആ ലോഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് തിരിച്ചെത്തി. അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജിനെ പറയുന്ന പേരാണ് റെസിലിയൻസ്. അതിനെ നമ്മൾ റെസിലിയൻസ് ആണ് പറയുന്നത്. ബട്ട് ഫൈനൽ നമ്മൾ അതിനൊരു മാക്സിമം ഡീവിയേഷൻ, അതായത് ആ മെറ്റീരിയൽസ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയിൽ നിൽക്കാനുള്ള മാക്സിമം ഇലോങ്ങേഷൻ 5 ഡിവിഷൻസ് നമ്മൾ അന്ന് അപ്ലൈ ചെയ്തു. അപ്പോഴും അതൊരു സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ ഒരു മാക്സിമം ഡീവിയേഷൻ കൊടുത്തപ്പോൾ സ്റ്റോർ ചെയ്ത എനർജീനെ പറയുന്ന പേരാണ് പ്രൂഫ് റെസിലിയൻസ്. അത് റിമൂവ് ചെയ്തപ്പോൾ വീണ്ടും അതിനെ റീഗെയിൻസ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ റീച്ച് ചെയ്തു. ബട്ട് ആ 5 ഡീവിയേഷന് മുകളിൽ നമ്മളൊരു മെറ്റീരിയലിന് ഇലോങ്ങേഷൻ കൊടുക്കുകയാണെങ്കിൽ ബട്ട് അതൊരിക്കലും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് റീഗെയിൻ ചെയ്യാതെ വരിക, അതായത് അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്ന ആ ഒരു കേസസ് ആണ് ഇത്. സോ റെസിലിയൻസ് പറഞ്ഞാൽ എനർജി സ്റ്റോർ ഇൻ എ ബോഡി വെൻ ഇറ്റ്സ് ആഫ്റ്റർ റിമൂവ് എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി വെൻ ദ ബോഡി ഈസ് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ആഫ്റ്റർ റിമൂവൽ ഓഫ് ദ ലോഡ്. മോഡുലസ് ഓഫ് റെസിലിയൻസ് പറഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയൽസ്, അതായത് ഒരു മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ അപ്ലൈ ചെയ്യാവുന്ന പ്രൂഫ് റെസിലിയൻസിനെ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. അതായത് പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയത്തിൽ, ഒരു മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ അപ്ലൈ ചെയ്യുന്ന പ്രൂഫ് റെസിലിയൻസിനെ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. പ്രൂഫ് റെസിലിയൻസ് ആണ് മാക്സിമം സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി, അതായത് ആ ബോഡിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെയിൻ എനർജി. ബട്ട് അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ആഫ്റ്റർ ലോഡ് റിമൂവ് ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് അതിനെത്താൻ കഴിയും വേണം. സോ ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി. അപ്പോൾ നമുക്കറിയാം ഒരു ബോഡി അതിന് എത്ര എമൗണ്ട് സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്തു എന്നുള്ളതിൻ്റെ പറയുന്ന പേരാണ് റെസിലിയൻസ്. അത് മാക്സിമം സ്ട്രെയിൻ എനർജി എന്നുള്ളൊരു സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു ടേം ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ആൻസർ ആക്കി എടുക്കാൻ പറ്റുന്നത് പ്രൂഫ് റെസിലിയൻസ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ സ്ട്രെയിൻ എനർജി സ്റ്റോർ, ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, റെസിലിയൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റെസിലിയൻസ്, മോഡുലസ് ഓഫ് റെസിലിയൻസ്, പ്രൂഫ് റെസിലിയൻസ്, ഇത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടേംസ് ആണ്. ഇതിൻ്റെ ബേസിസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ. സോ ഇത് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്സ് ആണ്, തിയറി പാർട്സ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ: A simply supported beam carries a concentrated load W at the midspan. Work done by the external loads is. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെൻറ്ററിൽ ഒരു ലോഡ് ആക്ട് ചെയ്തു, W പറഞ്ഞൊരു ലോഡ് ആക്ട് ചെയ്തു. അതിൽ മിഡ് സ്പാനിൽ W പറഞ്ഞ ലോഡ് ആക്ട് ചെയ്തു. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ലോഡ്സ്, ആ എക്സ്റ്റേണൽ ലോഡിൻ്റെ എഫക്റ്റ് കൊണ്ടുള്ള വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ നമുക്ക് ബീം വരക്കാം. ബീം സെൻറ്ററിൽ W ലോഡ് L ആണെങ്കിൽ ദിസ് L by 2. സോ വർക്ക് ഡണിന് ഒരു ഇക്വേഷൻസ് ഉണ്ട്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു W ഇൻറ്റു ഡെൽറ്റ. ഇതാണ് വർക്ക് ഡണിൻ്റെ ഇക്വേഷൻസ്. അതായത് മിഡ് സ്പാനിൽ സം ഡിഫ്ലക്ഷൻസ് സംഭവിക്കും. ഇതാണ് ഡെൽറ്റ. സോ ഡെൽറ്റൻ്റെ വാല്യൂ സിംപ്ലി സപ്പോർട്ടഡ് പോയിന്റിലോട് സെൻട്രൽ ആക്ട് ചെയ്യുന്ന കേസിൽ ഡെൽറ്റൻ്റെ വാല്യൂ ഡെൽറ്റ ഈസ് ഈക്വൽ ടു WL ക്യൂബ് ഡിവൈഡ് ബൈ 48 EI. ഇക്വേഷൻ 1 L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു W ഇൻറ്റു WL cube divided by 48 EI. So is equal to W square L cube divided by 2 into 48, 96 EI. Work done. സോ ഒരു
സിംപ്ലി സപ്പോർട്ട് പോയിന്റിലൂടെ മിഡ് സ്പാനിൽ ആക്ട് ചെയ്ത് ഡിഫ്ലക്ഷൻ വരുന്ന ഡെൽറ്റ അത് കാണാനുള്ള ഇക്വേഷൻ WL³ / 48 EA വാല്യൂ ഈ ഒരു സെൻട്രൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റ് ഈക്വൽ W² L³ / 96 EA. ഇതാണ് ഓപ്ഷൻ. ശ്രദ്ധിക്കാം. ഓപ്ഷൻ എ ഈസ് W² L³ / 48 EI W² L³ / 96 EI. ഇതല്ലേ നമ്മൾ കണ്ടെത്തിയത്. So the answer is option B, W² L³ / 96 EI. ഒരു സിംപ്ലി സപ്പോർട്ടിൽ പോയിന്റിലോട് മിഡിൽ ആക്ട് ചെയ്യുമ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ജനറൽ ഇക്വേഷൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ സ്പ്രിംഗ് ഈസ് കട്ട് ഇൻ ടു 3 ഈക്വൽ സ്പ്രിങ്സ് ദ സ്റ്റിഫ്നെസ് വിൽ ബി. അതായത് നമ്മൾ ഒരു സ്പ്രിങ്ങിനെ 3 ഈക്വൽ സ്പ്രിങ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ അതിനുള്ള സ്റ്റിഫ്നെസ്സിലുള്ള വേരിയേഷൻസ്. ഫസ്റ്റ് ഒരു സ്പ്രിങ് അതിലുള്ള സ്റ്റിഫ്നെസ് അതിന് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പിന്നെ കിട്ടുന്ന സ്റ്റിഫ്നെസ്സും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ കാണാനുള്ള ഇക്വേഷൻസ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു. 64 P N R³ divided by GD raised to 4. ഡിഫ്ലക്ഷൻ. ഒരു സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് സ്റ്റിഫ്നെസ് കേസ് ഈക്വൽ ടു P/Δ. സോ നമ്മൾ ഡെൽറ്റൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇസ് ഈക്വൽ ടു P/64 PN R³ divided by GD raised to 4. GD raised to 4. Here P cancel. GD raised to 4 divided by 64 N R³. Okay. ഈ ഒരു ഇക്വേഷനിൽ കെയും എന്നും ആണ് നമ്മൾ നമ്പർ ഓഫ് ടേൺസിൻ്റെ ബേസിസിലാണ് പറയുന്നത്. കെയും എന്നും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സോ കെ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/n. ഇതാണ് കോമൺ ഈ റിലേഷൻസ് നമുക്ക് കിട്ടുന്നത്. സ്റ്റിഫ്നെസ്സും നമ്പർ ഓഫ് ടേൺസും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സോ നമുക്ക് ഫസ്റ്റ് കേസ്, അതായത് സ്പ്രിങ്ങിനെ കട്ട് ചെയ്യാത്ത ആ ഒരു ഇനീഷ്യൽ കേസസിലുള്ള സ്റ്റിഫ്നെസ് കാണാൻ K1 is equal to 1/n. ഓക്കെ. സെക്കൻഡ് കേസ്, കേസ് 2, നമ്മൾ നമ്പർ ഓഫ് ടേൺസ് 3 ആയി. സിമ്പിൾ സ്പ്രിങ്ങിനെ കട്ട് ചെയ്ത് നമ്പർ ഓഫ് ടേൺ 3 ആക്കി. സോ K2 ആ ടൈമിലുള്ള സ്റ്റിഫ്നെസ് ഇസ് ഈക്വൽ ടു K is proportional to 1/n/3. എന്നിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ്. So K2 is proportional to 3/n. So taking ratio both, രണ്ടിൻ്റെയും റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. 1/2 is equal to K1/K2 is equal to 1/n/3/n equal to n/3n. K1 is equal to K2. So K1 is equal to K2. ഈ ഒരു ഇക്വേഷനാണ് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളൊരു സ്പ്രിങ്ങിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിഫ്നെസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഫൈനൽ സ്റ്റിഫ്നെസ്സിൻ്റെ 3 ടൈംസ് ആണ് അത് നമ്പർ ഓഫ് ടേൺസ് 3 ആക്കി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടും തോറും അതിനുണ്ടാകുന്ന സ്റ്റിഫ്നെസ്സിൻ്റെ വേരിയേഷൻ റെഡ്യൂസ് അപ്രോക്സിമേറ്റ്ലി 1/3. അല്ലല്ലോ, റെഡ്യൂസ് ചെയ്യലല്ലോ ചെയ്യുന്നത്. സെയിം അല്ല, ഇൻക്രീസ് ടു അപ്രോക്സിമേറ്റ്ലി 3 ടൈംസ്. ഇതല്ലേ നമ്മൾ നേരത്തെ കണ്ടു ചെയ്തത്. K1
K2 is equal to 3K1. ഇതല്ലേ നമ്മൾ ഫൈനലായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ അത് നമ്മളൊരു സ്പ്രിങ്ങിനെ 3 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിഫ്നെസ് 3 ടൈംസ് ഇൻക്രീസ് ചെയ്യുക. അതായത് എത്ര ടൈംസ് അതിൻ്റെ ഇൻക്രീസിങ് സ്റ്റിഫ്നെസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി ഇസ് ഇൻക്രീസിങ് ടു അപ്രോക്സിമേറ്റ്ലി 3 ടൈംസ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The centrifugal force acting on the rim will be dash if the linear velocity is increased by the 10%. ഒരു ഫ്ലൈ വീൽ റിം എന്ന് പറഞ്ഞാൽ നമ്മളെ എൻജിൻ്റെ മെഷീൻ എൻജിൻ്റെ പാർട്ടാണ് ഫ്ലൈ വീൽ റിം എന്ന് പറയുന്നത്. ഫ്ലൈ വീലിൻ്റെ ഹൂപ്പ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ലോങ് ഡെറിവേഷൻ്റെ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻസ് ആണ് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു റോ വി സ്ക്വയർ. Rho is the density of the material. Then V is the linear velocity. ഫസ്റ്റ് കേസസ് നമ്മൾ വെലോസിറ്റിയിൽ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. ആ ഒരു ടൈമിൽ ഹൂപ്പ് സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു വി സ്ക്വയർ. ബട്ട് സെക്കൻഡ് കേസിൽ നമ്മളൊരു 10% വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. അതപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു 10% വെലോസിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്തു സെക്കൻഡ് കേസസിൽ. സോ ഹൂപ്പ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഹൂപ്പ് സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു 1.1, അതായത് 10% ഇൻറ്റു വി ഓൾ സ്ക്വയർ. ദാറ്റ് മീൻ ഹൂപ്പ് സ്ട്രെസ് is proportional to 1/21 v square. 1.1 square 1.21. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമ്മളൊരു ലീനിയർ വെലോസിറ്റി ഒരു 10% ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൂപ്പ് സ്ട്രെസ് ഒരു 21% ഇൻക്രിമെൻറ്റ് സംഭവിച്ചു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നോർമൽ ഹൂപ്പ് സ്ട്രെസ്സിൽ നിന്നും ഒരു വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന പിന്നീടുള്ള ഹൂപ്പ് സ്ട്രെസ് പറഞ്ഞാൽ 21% ഇൻക്രിമെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഹൂപ്പ് സ്ട്രെസ് ആണ് കിട്ടി എന്ന് മനസ്സിലാക്കാം. ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ വന്നത് ഒരു ലോങ് ഡെറിവേഷൻ്റെ ഫൈനൽ റിസൾട്ടാണ്. ഇതിൽ നിന്ന് നമ്മൾ വിക്കും എച്ചിനും ഒരു റിലേഷൻ കണ്ടെത്തിയിട്ട് വിൻ്റെ ഇൻക്രിമെൻറ്റ് എത്ര കൊടുത്തു, അപ്പോൾ കിട്ടുന്ന ഹൂപ്പ് സ്ട്രെസ് എത്ര, അത് ഇനീഷ്യലായിട്ട് എത്രത്തോളം വേരി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു റിലേഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ ദ ഓപ്ഷൻ ശ്രദ്ധിക്കാം. ഇൻക്രീസ്ഡ് ബൈ 21%, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കറക്റ്റ് ആണ്. ഇൻക്രീസ് ബൈ 21%. സോ ദ ഓപ്ഷൻ ഈസ് എ ഈസ് കറക്റ്റ്. ഇൻക്രീസ് ബൈ 21%. നോർമൽ സ്ട്രെസ്സിൽ നിന്നും 21% ഇൻക്രിമെൻറ്റ് ആ ഒരു ഫൈനൽ ഹൂപ്പ് സ്ട്രെസ്സിന് കിട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The radius of most circle of a stress of strain element is 20 Newton per mm square and the minor principal tensile stress is 10 Newton per mm square. The major principal stress is, അതായത് ഒരു മോസ് സർക്കിളിൻ്റെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും പിന്നെ ഉള്ള മോസ് സർക്കിളിൻ്റെ റേഡിയസ് ഓഫ് സ്ട്രെയിൻ എലമെൻറ്റ്സ്, ഇതിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട്. സോ അതിൻ്റെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു മോസ് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ എലമെൻറ്റ്സ് ഹിയർ ഇറ്റ് ഈസ് മോസ് സർക്കിൾ. ഇത് മൈനർ പ്രിൻസിപ്പൽ സിഗ്മ 3, സിഗ്മ 1 മേജർ പ്രിൻസിപ്പൾസ്. ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ് അത് നമുക്ക് തന്നിട്ടുണ്ട് 20 Newton per mm സ്ക്വയർ. ഇവിടെ മൈനർ തന്നിട്ടുണ്ട് 10 Newton per mm സ്ക്വയർ. നമുക്ക് കണ്ടെത്തേണ്ടത് ഈ സിഗ്മ 1, അതായത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. സോ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ, ഈ സർക്കിളിൻ്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻസ് ആർ ഇസ് ഈക്വൽ ടു ഇത് മൈനസ് ഇതു സിഗ്മ 1 മൈനസ് സിഗ്മ 3. അപ്പോൾ കിട്ടുന്നത് ഡയമീറ്റർ ആണ്. ആ ഡയമീറ്ററിൻ്റെ പകുതി എടുത്താൽ റേഡിയസ് കിട്ടും. ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ദ മോസ് സർക്കിൾ കിട്ടി. ഈ വാല്യൂ നമുക്ക് അൺനോൺ ആയിട്ടുള്ള വാല്യൂ ആർ ഇസ് ഈക്വൽ ടു 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ 1 അറിയില്ല, സിഗ്മ 1 അൺനോൺ ആണ്. മൈനസ് സിഗ്മ 3 പറഞ്ഞാൽ 10 ബൈ 2. സോ 20 into 2 40 is equal to sigma 1 minus 10. So sigma 1 is equal to 40 plus 10, that is
50 Newton per mm square. ഇതാണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ആൻഡ് ഈ ടൈപ്പ് മോസ് സർക്കിളിൻ്റെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് പറഞ്ഞാൽ 50 Newton per mm square. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 30 Newton per mm സ്ക്വയേഴ്സ്, ഓപ്ഷൻ ബി 50 Newton per mm square. നമുക്ക് കിട്ടിയ ആൻസറും 50 Newton per mm square അല്ലേ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 50 Newton per mm square. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന ഒരു മോസ് സർക്കിൾ, അതിൻ്റെ സിഗ്മ 1 സിഗ്മ 3 റേഡിയസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്. അതിൽ നിന്നും നമുക്ക് റേഡിയസ് കാണാനുള്ള ഇക്വേഷൻസ് ആർ ഈക്വൽ ടു സിഗ്മ 1 മൈനസ് സിഗ്മ 3/2. അതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് സിഗ്മ 1 മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഒക്കെ ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 3 കോപ്ലാനാർ concurrent forces are acting at a point are in equilibrium, of which 2 of them are collinear, then what is the magnitude of third forces which is acting at an angle theta with other 2 forces? ഇതെന്നാൽ ഒരു 3 കൺകറൻറ്റ് ഫോഴ്സസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ആക്ട് ചെയ്യുന്നത്, അത് മീറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റിലും, അത് ആക്ട് ചെയ്യുന്ന പ്ലെയിനാണ് സെയിം ആണ്. കോപ്ലാനാർ ഫോഴ്സസ് ആണ്, സെയിം പ്ലെയിനിലാണ് ആ 3 ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. അത് മീറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ പോയിന്റിലുമാണ്. അതിൻ്റെ ഈ ഒരു 3 ഫോഴ്സസിൽ 2 ഫോഴ്സ് കൊലീനിയർ ആണ്, ഒറ്റ ലൈൻസിലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ അതർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരു തീറ്റ ഡിഗ്രി ഫ്രം മറ്റേ അതർ 2 ഫോഴ്സിൽ നിന്നും തീറ്റ ഡിഗ്രി ഡീവിയേറ്റ് ചെയ്തിട്ടാണ് മറ്റേ ഫോഴ്സ് ആക്ട് ചെയ്തത്. ഇതിൻ്റെ ഒരു ഫിഗർ പറയുകയാണെങ്കിൽ ഇതൊരു ഫോഴ്സ്, കോപ്ലാനാർ കൺകറൻറ്റ് ഫോഴ്സ്, 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന സെയിം പോയിന്റ്. ഇത് FOA BC, FOA FOB FOC FOB. ഈ ബി പറഞ്ഞാൽ ഒരു തീറ്റ മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുക. സിഗ്മ വി ഈക്വൽ ടു 0. ഫസ്റ്റ് സിഗ്മ വി ഈക്വൽ ടു 0. ഇതിൽ എത്രയൊക്കെ വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്? ആകെ ഈ ഒരു ഫോഴ്സ് കൊണ്ടുള്ള എഫക്റ്റ് മാത്രമേ വെർട്ടിക്കൽ ഉള്ളൂ. സോ ഈക്വൽ ടു FOB. ഇവിടെ ഈ ഒരു FOBൻ്റെ റെസൊല്യൂഷൻ വരക്കുകയാണെങ്കിൽ FOB തീറ്റ ആണെങ്കിൽ FOB കോസ് തീറ്റ, ഇവിടെ FOB സൈൻ തീറ്റ. സോ അത് വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ FOB സൈൻ തീറ്റ. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വെർട്ടിക്കൽ ഫോഴ്സ് ആൾ ഈക്വൽ ടു 0. സോ FOB is equal to 0. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ് 0 ആക്കി എടുക്കുക. സിഗ്മ H is equal to 0 ആക്കി എടുക്കുമ്പോൾ FOA plus FOB cos theta minus FOC equal to 0. ഈ ടേം 0 തന്നിട്ടുണ്ട്. സോ FOA is equal to FOC. ഈ 3 കണ്ടീഷനിൽ നമുക്ക് മനസ്സിലാക്കാം FOBൻ്റെ വാല്യൂ 0 എന്നാണ്. FOA FOC എന്ന് പറഞ്ഞാൽ സെയിം ലൈനിൽ സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം. അതായത് FOൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് FOCയും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നോക്കാം. A0 algebraic sum of the other forces and vector of sum of other 2 forces, none of this. അതായത് ഇതിൽ ചോദിച്ചിട്ടുള്ളത് 2 ഫോഴ്സസ് ആൾജിബ്രിക്
അതായത് തേർഡ് ഫോഴ്സസിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. തേർഡ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടെത്തി, സിഗ്മ FOB is equal to 0 എന്ന്. സോ ഓപ്ഷൻ A ഈസ് കറക്ഷൻ. FOB 0 ആണ്. തേർഡ് ഫോഴ്സ് ഇതിൽ 0 ആയിട്ടാണ് കാണുന്നത്. സോ FOB 0 ആണെങ്കിൽ മറ്റേ അത് ഫോഴ്സ് സെയിം ആണ്, സെയിം ഡയറക്ഷനിൽ സെയിം മാഗ്നിറ്റ്യൂഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് മറ്റ് രണ്ട് ഫോഴ്സസ്. അപ്പോൾ ഓക്കെ, SOM ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഓരോ ഇക്വേഷൻസും അതിൽ സ്മോൾ ഇക്വേഷൻസ് നമുക്ക് പലയിടത്തായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇക്വേഷൻസും ഉണ്ട്. സോ അതെല്ലാം ബൈ ഹാർട്ടായി പഠിച്ചിട്ട് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. ഈ ഒരു സബ്ജക്റ്റ് അനാലിസിസ് ഈസിയാണ്. അതിൽ നിന്നും മാക്സിമം സ്കോർ ചെയ്ത് PSCക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും എല്ലാ പോർഷൻസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ thank you so much, and then all the best for your exam. Thank you.